മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാർമസ്യൂട്ടിക്സ് 2-ൻ്റെ കുറച്ച് MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1ലേക്ക് പോവാം. The elixirs are sweetened by the addition of. So elixirs എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. Elixirs are hydroalcoholic preparations which are meant for internal use. അപ്പം elixirs നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് തന്നെ ഇന്റേണൽ യൂസിന് വേണ്ടിയിട്ടാണ്. സോ സ്വീറ്റനിങ് ഏജൻ്റ് ആയിട്ട് ഈ പറഞ്ഞ ഓപ്ഷനകത്ത് നമ്മൾ ആരെയായിരിക്കും ആഡ് ചെയ്യുക? There is sucrose, glucose, dextrose and glycerin in the option. Option D glycerin ആണ് ആൻസർ. ഓക്കെ, ഗ്ലിസറിൻ ആയിരിക്കും നമ്മൾ സ്വീറ്റനിങ് ഏജൻ്റ് ആയിട്ട് എലിക്സേഴ്സിൽ ആഡ് ചെയ്യുന്ന ഏജൻറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർസെൻറ്റേജ് ഓഫ് സുക്രോസ് ഇൻ സിമ്പിൾ ഷുഗർ, സിമ്പിൾ സിറപ്പ്. ഓക്കെ, സോ സിമ്പിൾ സിറപ്പിൽ 50% ഉണ്ട്, 33% ഉണ്ട്, 66.7% ഉണ്ട്, 100% ഉണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എല്ലാത്തിൻ്റെയും യൂണിറ്റ് ശ്രദ്ധിക്കുക. യൂണിറ്റ് ശ്രദ്ധിച്ചേ, പെർസെൻറ്റേജ് വെയ്റ്റ് ബൈ വെയ്റ്റ് ആണ് എല്ലാത്തിൻ്റെയും യൂണിറ്റ്. അതുകൊണ്ട് തന്നെ നമുക്കിനി എത്രയാണ് വാല്യൂ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി അങ്ങനെയല്ല, ചോദ്യത്തിൽ പെർസെൻറ്റേജ് വെയ്റ്റ് ബൈ വോളിയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. നമുക്ക് മിസ്റ്റേക്സും നെഗറ്റീവ് മാർക്സും വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. സോ വെൻ എവർ പെർസെൻറ്റേജ് ഓഫ് സുക്രോസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് എനി സബ്സ്റ്റൻസ് എന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ യൂണിറ്റ് ആദ്യം ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇവിടെ 66.7% വെയ്റ്റ് ബൈ വെയ്റ്റ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the injections are prepared with the following. So injections നമുക്കറിയാം അല്ലേ, ഡിഫറെൻറ്റ് മോഡൽ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം. IV ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാം, IM ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാം, സബ്ക്യൂട്ടേനിയസ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാം. ഡിഫറെൻറ്റ് പാറ്റേൺസ് നമുക്ക് ഇഞ്ചെക്ഷൻസ് ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം. സോ വെന്നെവർ നമ്മൾ ഇഞ്ചെക്ഷൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് വാട്ടർ യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. പോർട്ടബിൾ വാട്ടർ ആണോ, അപൈറോജനിക് വാട്ടർ ആണോ, ഹാർഡ് വാട്ടർ ആണോ, ഡിസ്റ്റിൽഡ് വാട്ടർ ആണോ? നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നൊരു ആൻസറിലേക്ക് ഇതായിരിക്കാം കറക്റ്റ് ആൻസർ എന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷേ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ല, ഇറ്റ് ഈസ് അപൈറോജനിക് വാട്ടർ. അപൈറോജനിക് വാട്ടർ ഇസ് ദ ആൻസർ. ഇപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു ടേം ഉണ്ട്, പൈറോജൻ എന്താണ്? പൈറോജൻസ് ആർ മെറ്റബോളിക് പ്രോഡക്ട്സ്. ഓക്കെ, ലിപ്പോപോളിസാക്കറൈഡ്സ് ആയിട്ടുള്ള മെറ്റബോളിക് പ്രോഡക്റ്റ് ആണ്, മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ആണ് പൈറോജൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇഞ്ചെക്ഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയം വി ഷുഡ് ബി വെരി കെയർഫുൾ ദാറ്റ് ഇഞ്ചെക്ഷൻ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി പൈറോജൻ. ഈ പൈറോജൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്ത് തുടങ്ങും. ദർ ക്യാൻ ബി ഇൻക്രീസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, സോ പൈറക്സിയ ഉണ്ടാവാനുള്ള സാധ്യതയെല്ലാം വളരെ കൂടുതലാണ്. സോ ഇഞ്ചെക്ഷൻസ് ഉണ്ടാക്കുന്ന സമയം അത് അപൈറോജനിക് വാട്ടർ അല്ലെങ്കിൽ പൈറോജൻ്റെ ആബ്സെൻസ് ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, സോ ഓപ്ഷൻ ബി അപൈറോജനിക് വാട്ടർ ഇസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ, അരോമാറ്റിക് സ്പിരിറ്റ് ഓഫ് അമോണിയ. അരോമാറ്റിക് സ്പിരിറ്റ് ഓഫ് അമോണിയ അറിയാലോ, വോളറ്റൈൽ ഓയിലിൻ്റെ ഒരു ലിക്വിഡ് പ്രിപ്പറേഷൻ ആണ് അരോമാറ്റിക് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ അരോമാറ്റിക് സ്പിരിറ്റ് ഓഫ് അമോണിയ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ ബി സ്റ്റിമുലൻ്റ് ആണ് ആൻസർ. നമുക്ക് ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കാം. ഡയഫോററ്റിക്, സ്റ്റിമുലൻറ്റ്, ഡിസിൻഫെക്റ്റൻ്റ് ആൻഡ് ഡിപ്രസൻറ്റ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ഡയഫോററ്റിക് കാണുമ്പോൾ നിങ്ങൾക്ക് വേർഡ് ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അതാണോ ആൻസർ എന്ന് തോന്നാം. പക്ഷേ ഡയഫോററ്റിക് എന്ന മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെൻ ഇൻക്രീസ്ഡ് സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏജൻ്റാണ് ഡയഫോററ്റിക്സ്. ഓക്കെ, സോ അരോമാറ്റിക് സ്പിരിറ്റ് ഓഫ് അമോണിയ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റിമുലൻ്റ് ആയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേരൻട്രൽ പ്രിപ്പറേഷൻസ് ആർ ടെസ്റ്റഡ് ഫോർ. നമ്മളിപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ. പേരൻട്രൽ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് IV അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ഈ പർട്ടിക്കുലർ ഏജൻസ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇതിനകത്ത് ഏത് ഏജൻ്റാണ്? ഹാർഡ്നെസ് ഇല്ല എന്നാണോ ഉറപ്പ് വരുത്തേണ്ടത്? അതോ പൈറജൻസ് ഇല്ല എന്നാണോ ഉറപ്പ് വരുത്തേണ്ടത്? അതോ ഡിപ്രസൻസ് ഇല്ല എന്നാണോ ഉറപ്പ് വരുത്തേണ്ടത്? അതോ ഡിസിൻഫെക്റ്റൻസ് ഇല്ല എന്നാണോ ഉറപ്പ് വരുത്തേണ്ടത്? വി ഹാവ് ടു മേക്ക് ഷുവർ പേരൻട്രൽ പ്രിപ്പറേഷൻസ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി പൈറോജൻസ്. ഓക്കെ, സോ പൈറോജൻസ് ഒന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഹാർഡ്നെസ്. ഓക്കെ, ഹാർഡ്നെസ്സും ഒരു ഫാക്ടറാണ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ആസ് ഇമ്പോർട്ടൻ്റ് ആസ്
പൈറോജൻ. ഓക്കെ, ദെൻ ഡിസിൻഫെക്ഷൻ അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻറ്റ് എന്ന വേർഡ് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സ്റ്റെറിലൈസേഷൻ പഠിച്ചായിരുന്നു അല്ലേ? ഫാർമസ്യൂട്ടിക്സ് 1-നകത്ത് സ്റ്റെറിലൈസേഷൻ പഠിച്ചപ്പോൾ സ്റ്റെറിലൈസേഷൻ, ഡിസിൻഫെക്ഷൻ ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഡിസിൻഫെക്റ്റൻറ്റ് എന്താണ്? ഏജൻസ്, ദ ഏജൻസ് ദാറ്റ് prevent the growth of microorganism in non-living substances അല്ലേ? അപ്പോൾ നോൺ ലിവിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഡിസിൻഫെക്റ്റൻറ്റ്. ഓക്കെ, ദെൻ ഡിപ്രസൻറ്റ്. ഓക്കെ, ഈ ഹാർഡ്നെസ്സും ഡിസിൻഫെക്റ്റൻറ്റും ഡിപ്രസൻറ്റും എന്നീ ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഏറ്റവും പ്രധാന പെരൻഡൽ പ്രിപ്പറേഷൻസിൽ പൈറജൻസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, so next question, when HLB value of surfactant is 10 to 11, it acts as water in oil emulsifier, oil in water emulsifier, detergent and solubilizer. അപ്പോൾ ആദ്യമേ HLB എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഗ്രിഫിൻ എന്ന ഒരു സയൻറ്റിസ്റ്റാണ് HLB വാല്യൂ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് HLB? ഹൈഡ്രോഫിലിക് ലിപ്പോഫിലിക് ബാലൻസ്. ഓക്കെ, ഹൈഡ്രോഫിലിക് ലിപ്പോഫിലിക് ബാലൻസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എമൽഷൻ പോലെയുള്ള ബയോഫേസിക് ആയിട്ടുള്ള ലിക്വിഡ് ഡോസേജ് ഫോമിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? HLB വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. HLB വാല്യൂ 0 to 18 എന്നീ യൂണിറ്റുകളിലേക്കായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇറ്റ് ഇസ് ഡിവൈഡ് ഫ്രം 0 to 18 യൂണിറ്റ്സ്. നമുക്കതിന് 3 ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 0 to 8 ഒരു പാർട്ട്, 8 എന്നത് രണ്ടാമത്തെ പാർട്ട്, 8 to ഒരു 40 അല്ലെങ്കിൽ 8 to ഒരു 18 അടുത്ത ഒരു പാർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 0 എന്ന് പറയുന്നത് ഒരു ലോ വാല്യൂ ആണ് അല്ലേ? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ ലിപ്പോഫിലിക് ആയിട്ടുള്ള ഏജൻസ് ആയിരിക്കും. 0 to 8 വരെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇവിടെ വാല്യൂ 10 to 11 ആണ്, ഞാൻ 0 to 8 കാര്യമാണ് പറയുന്നത്. 0 to 8 നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ ലിപ്പോഫിലിക് ആയിട്ട് അല്ലെങ്കിൽ ലോ HLB വാല്യൂ ഉള്ള ഏജൻസ് ആയിരിക്കും. അവർ ലിപ്പോഫിലിക് ക്യാരക്ടർ ആയിരിക്കും. ലിപ്പോഫിലിക് ക്യാരക്ടർ ആയിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എമൽസിഫയിങ് ഏജൻറ്റ് ഏതായിരിക്കും? വാട്ടർ ഇൻ ഓയിൽ എമൽസിഫയേഴ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഇനി ഞാൻ പറഞ്ഞു HLB വാല്യൂ 0 to 18 വരെ ഉണ്ട്. 0-യിലുള്ള വാല്യൂ നമ്മൾ പറഞ്ഞു ലോ HLB ആണ്, ലിപ്പോഫിലിക് ക്യാരക്ടറാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എമൽസിഫയർ വാട്ടർ ഇൻ ഓയിലാണ്. എന്നാൽ 8 എന്ന വാല്യൂ വരുമ്പോൾ അത് ന്യൂട്രൽ ആണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻറ്റ് അക്കേഷ്യ പോലെയുള്ള ഏജൻറ്റുകളായിരിക്കും. എന്നാൽ 8 നിന്ന് 18 വരെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഹൈ ലിപ്പോഫിലിക് വാല്യൂ ആണ്. ഹൈ ലിപ്പോഫിലിക് വാല്യൂ എന്നാൽ 8 മുതൽ 18 വരെ എന്ന് പറയുമ്പോൾ 10 to 11 അവിടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ഫ്രം 8 to 18 ഇറ്റ് വിൽ ബി ഹാവിങ് എ ഹൈ ഹൈഡ്രോഫിലിക് നേച്ചർ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എമൽസിഫയർ എന്ന് പറയുന്നത് ഓയിൽ ഇൻ വാട്ടർ എമൽസിഫയർ ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് 0 to 18 വരെയുള്ള യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ അവരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 0-യിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലിപ്പോഫിലിക് ഏജൻസും 8 എന്ന വാല്യൂവിൻ്റെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ന്യൂട്രൽ ഏജൻസും ഈ ഫ്രം 8 to 18 എന്നുള്ള ഈ റീജിയനിലായിരിക്കും നമ്മൾ ഓയിൽ ഇൻ വാട്ടർ എമൽസിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ലിപ്പോഫിലിക് ഏജൻസ് കൂടുതൽ അല്ലെങ്കിൽ ലിപ്പോഫിലിക് നേച്ചർ കൂടുതലുള്ള അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ ഇൻ ഓയിൽ എമൽസിഫയർ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്? 10 to 11 ഉപയോഗിക്കുന്ന സർഫാക്റ്റൻറ്റുകളുടെ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എമൽസിഫയർ എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഓയിൽ ഇൻ വാട്ടർ എമൽസിഫയർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, so next question, the depression of freezing point of blood plasma is. Okay, so blood plasma യുടെ freezing point ഏതാണ്? എത്ര depression of freezing point ഉണ്ടാകുമെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 0.41 ഉണ്ട്, എല്ലാം നെഗറ്റീവ് ആണ് കേട്ടോ. കണ്ടോ, നെഗറ്റീവ് 0.41, നെഗറ്റീവ് 0.05, നെഗറ്റീവ് 0.52 അല്ലെങ്കിൽ -0.5 ഡിഗ്രി സെൽഷ്യസ്. യൂണിറ്റ് എല്ലാം സെയിം ആണ്, എല്ലാം നെഗറ്റീവ് വാല്യൂ ഉള്ള വാല്യൂകളാണ്. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അതിൻ്റെ വാല്യൂ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ബ്ലഡ് പ്ലാസ്മ എന്ന് പറയുന്നത് നെഗറ്റീവ് 0.52 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, so next question, example of surfactant is. Okay, so നമുക്കറിയാം surfactants different types ഉണ്ട് അല്ലേ? ഇനോർഗാനിക്, ആനിയോണിക്, കാറ്റയോണിക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർഫാക്റ്റൻസ് ഉണ്ട്. സോ ഈ താഴെ പറയുന്നത് സർഫാക്റ്റൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ജലാറ്റിൻ ഉണ്ട്, അസ്കോർബിക് ആസിഡ് ഉണ്ട്, ട്വീൻ 80 ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്.
നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കേട്ടപ്പോഴേ ആൻസർ മനസ്സിൽ വന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഇറ്റ് ഈസ് ഓപ്ഷൻ സി, tweet 80. ഓക്കെ. So next question, example of an antioxidant is. എന്താണ് antioxidant? ഓക്സിജനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആരോ അല്ലേ, ഫ്രം ദ വേർഡ് ആൻറ്റി ഓക്സിഡൻറ്റ്, ഓക്സിജനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആരോ അവരെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് വിളിക്കുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം വെൻ വി സ്റ്റോർ ഡ്രഗ്സ് ദർ ആർ ചാൻസസ് ദാറ്റ് ദ ഡ്രഗ് വിൽ ഗെറ്റ് ഡീഗ്രേഡഡ് ബൈ ഓക്സിജൻ. ഓക്സിജൻ കൊണ്ട് ചില സമയം നമ്മുടെ ഡ്രഗ് മോയിറ്റി ഡീഗ്രേഡ് ചെയ്യുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഡ്രഗ് ഇപ്പോൾ എമൽഷൻ ആവാം അല്ലെങ്കിൽ ഒരു ഡ്രഗ് മോളിക്യൂൾ ആവാം, എന്ത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ഇഫ് നീഡഡ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് അവിടെ യൂസ് ചെയ്യും. എക്സാമ്പിൾസ് ഒരുപാടുണ്ട്, ടോക്കോഫെറോൾ, ഗാലിക്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ഈ ഓപ്ഷൻ്റെ അകത്ത് ക്രസോൾ ഉണ്ട്, പെൻറ്റനൈറ്റ് ഉണ്ട്, ഈഥൈൽ സെല്ലുലോസ് ഉണ്ട്, സോഡിയം മെറ്റാബൈ സൾഫൈറ്റ് ഉണ്ട്. സോഡിയം മെറ്റാബൈ സൾഫൈറ്റ് ആണ് ആൻസർ. ഇതിന് കൂടെ ടോക്കോഫെറോളോ ഗാലിക് ആസിഡോ അങ്ങനെ വേറെ ഏത് ഓപ്ഷൻ കണ്ടാലും ആൻറ്റി ഓക്സിഡൻസിൻ്റെ നീഡ് അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഓക്സിഡേഷൻ കൊണ്ട് ഡ്രഗ് ഡീഗ്രേഡ് ആകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the substance added to form a deflocculated suspension is. So suspensions രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലേ, ഫ്ലോക്കുലേറ്റഡും ഉണ്ട് ഡീഫ്ലോക്കുലേറ്റഡും ഉണ്ട്. ഫ്ലോക്കുലേറ്റഡിൻ്റെ പ്രത്യേകത എന്താണ്, എല്ലാ മോളിക്യൂൾസും തമ്മിൽ ഒരു നെറ്റ്വർക്ക് പോലെ കണക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഒരു ത്രെഡ് പോലെ കണക്റ്റഡ് ആയിട്ടുള്ളവരെ ആയിരിക്കും നമ്മൾ ഫ്ലോക്കുലേറ്റഡ് എന്ന് പറയുന്നത്. ഫ്ലോക്കുലേറ്റഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സെറ്റിൽ ആവുന്ന സമയം പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക ഡീഫ്ലോക്കുലേറ്റഡ് ആയിട്ടുള്ള സസ്പെൻഷൻസ് ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ നോൺ ഫ്ലോക്കുലേറ്റഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ് കുറച്ചും കൂടി ഒരു സ്റ്റെബിലിറ്റി നമുക്ക് തരിക. അപ്പോൾ ഈ പറയുന്നതിൻ്റെ അകത്തുള്ള ഏത് ഏജൻറ്റ് ആഡ് ചെയ്തിട്ടാണ് ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻസ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ, സസ്പെൻഡിങ് ഏജൻറ്റ്, വെറ്റിംഗ് ഏജൻറ്റ്, ഇലക്ട്രോലൈറ്റ് ആൻഡ് ഡിസ്പേഴ്സിങ് ഏജൻറ്റ്. ഓക്കെ, സോ ഇലക്ട്രോലൈറ്റ്സ് ആണ്, സർഫാക്റ്റൻ്റ് ആണ് ഉത്തരം. ആനയോണിക്കും കാറ്റയോണിക്കും നോൺ അയോണിക്കും ഒക്കെ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സർഫാക്റ്റൻസ് അവരിൽ വരുന്നതാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ഏജൻറ്റ്സ്. സോ ഇലക്ട്രോലൈറ്റ്സ് ആണ് ദ സബ്സ്റ്റൻസ് വിച്ച് ആർ ആഡഡ് ടു പ്രിപ്പയർ ഡീഫ്ലോക്കുലേറ്റഡ് അല്ലെങ്കിൽ നോൺ ഫ്ലോക്കുലേറ്റഡ് ആയിട്ടുള്ള സസ്പെൻഷൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. Next question, the Latin term for 3 times a day. Okay, so the Latin term for 3 times a day എന്ന് പറയുന്നത് TID ആണ്. ഓക്കെ, TID ആണ് 3 times a day എന്നുള്ള വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് BID എന്താണ്, BID ഈസ് 2 times a day. ദെൻ SOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, whenever necessary. നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോഴാണ് നമ്മൾ SOS എന്നുള്ള ടേം എഴുതി കൊടുക്കുക അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാരസെറ്റാമോളൊക്കെ ടെമ്പറേച്ചർ എലിവേറ്റ് ചെയ്യുന്ന പ്രിസ്ക്രിപ്ഷൻസ് നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ SOS എന്ന് എഴുതുന്നത് എന്തുകൊണ്ടാണ്, ഇഫ് ടെമ്പറേച്ചർ എലിവേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ബോഡി പെയിൻ ഉള്ള ഒരു കണ്ടീഷനിൽ മാത്രം റിക്വയർഡ് ആണെങ്കിൽ മാത്രം എടുക്കാനാണ് SOS എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇനി BID എന്ന് പറഞ്ഞാൽ എന്താണ്, 2 times a day. TID എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് 3 times a day. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if eye drops are to be non-irritant, they must be. Okay, so eye drops നമുക്കറിയാം they are മെയിൻലി പ്രിപ്പയർഡ് അല്ലെങ്കിൽ ദേ ആർ പ്രിപ്പയർഡ് ഫോർ ഇൻസ്റ്റില്ലിങ് ഇൻ ടു ദ ഐസ് അല്ലേ. ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഐ എന്ന് പറയുന്നത്. സോ നമുക്ക് ഐയിൽ ഇൻസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഐ ഡ്രോപ്സ്. അപ്പം ഐ ഡ്രോപ്സ് നോൺ ഇറിറ്റൻ്റ് ആയിരിക്കണമെങ്കിൽ അവരുടെ കണ്ടീഷൻ എന്താണെന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് ഉത്തരം, ഫ്രീ ഫ്രം പാർട്ടിക്കിൾസ്, സ്റ്റെറൈൽ, നോൺ ആക്വസ്, ഹൈപ്പർടോണിക്. ഇത്രയുമാണ് നമുക്കുള്ള ഓപ്ഷൻസ്. ഉത്തരം ഇപ്പോൾ ഫ്രീ ഫ്രം പാർട്ടിക്കിൾസ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫ്രീ ഫ്രം പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു തരത്തിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾസും ഉണ്ടാവാൻ പാടില്ല. ഐ ഡ്രോപ്സ് വളരെ ക്ലിയർ സൊല്യൂഷൻസ് ആയിരിക്കണം, ഒരു പാർട്ടിക്കിൾസിൻ്റെയും പ്രസൻസ് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ ഇറ്റ് നീഡ് ടു ബി സ്റ്റെറൈൽ, അതും കറക്റ്റാണ്. പക്ഷെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്താണ്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം പാർട്ടിക്കിൾസ്. കാരണം എന്താ, നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നോൺ ഇറിറ്റൻ്റ് ആയിരിക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന ഗുണം എന്താണ് എന്നാണ് ചോദ്യം അല്ലേ. നോൺ ഇറിറ്റൻ്റ് ആയിരിക്കണമെങ്കിൽ അത് ഫ്രീ ഫ്രം പാർട്ടിക്കിൾസ് ആണ്. ഐ ഡ്രോപ്പിൻ്റെ കണ്ടീഷൻസ് പറയുമ്പം സ്റ്റെറൈൽ എന്നുള്ള ഓപ്ഷനും കറക്റ്റാണ്.
ഓക്കെ. സോ നെക്സ്റ്റ് നോൺ അക്വസ്, ഹൈപ്പർടോണിക്. ആ രണ്ട് ഓപ്ഷനും എന്തായാലും അല്ല. നോൺ അക്വസ് അല്ല, അക്വസ് പ്രിപ്പറേഷൻസ് ആണ് ഐ ഡ്രോപ്സ് എന്ന് പറയുന്നത്. ഹൈപ്പർടോണിക് ആണോ? അല്ല, അല്ലേ? അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഒരിക്കലും കൂടാനും പാടില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം പാർട്ടിക്കിൾസ്. സോ ദ ഐ ഡ്രോപ്പ് വിച്ച് വി ആർ മീനിങ് ടു ഇൻസ്റ്റിൽ ഇൻ ടു ദ ഐസ് ഷുഡ് ബി നോൺ ഇറിറ്റൻറ്റ്. എങ്ങനെയാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഫ്രീ ഫ്രം പാർട്ടിക്കിൾസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് എഫർവെസൻറ്റ് പൗഡേഴ്സ്. എഫർവെസൻറ്റ് പൗഡേഴ്സ് നിങ്ങൾക്കറിയാം. എഫർവെസൻറ്റ് പൗഡറിൻ്റെ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണ് എന്നാണ് ചോദ്യം. എഫർവെസൻറ്റ് ടാബ്ലറ്റ് പറയുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. എഫർവെസൻറ്റ് ടാബ്ലറ്റ്സ് എന്താണ്? നമ്മൾ വാട്ടറിലേക്ക് ഇടുമ്പോൾ കുറേ കുമിളകൾ ഇങ്ങനെ വന്ന് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഫോമിലേക്ക് മാറും. അത്തരം ടാബ്ലറ്റ്സിനെയാണ് നമ്മൾ എഫർവെസൻറ്റ് ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ഇനോയൊക്കെ നമുക്ക് പെട്ടെന്ന് എഫർവെസൻറ്റ് പൗഡർ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഏജൻ്റാണ് ഇനോ എന്നൊക്കെ പറയുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? നമ്മൾ വാട്ടറിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പോലെ അതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് പതകൾ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അതിൽ നിന്ന് പതകൾ വരുന്നത്? ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, പി എസ് സിയിൽ റെക്കറൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തുകൊണ്ടാണ് എഫർവെസൻറ്റ് പൗഡറിൽ നിന്ന് അല്ലെങ്കിൽ എഫർവെസൻറ്റ് ടാബ്ലറ്റിൽ നിന്ന് ഇതേപോലെ ഫ്രോത്തിങ് പോലെ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് എഫർവെസൻറ്റ് ടാബ്ലറ്റ് അല്ലെങ്കിൽ എഫർവെസൻറ്റ് പൗഡർ ഫ്രോത്തിങ് കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ ചോദ്യം അതല്ല. ചോദ്യം എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് എഫർവെസൻറ്റ് പൗഡർ. ഓക്കെ, എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണ് എഫർവെസൻറ്റ് പൗഡറിൻ്റെ? ഇറ്റ് ഈസ് സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് ആവാം, ടാർട്ടാറിക് ആസിഡ് ആവാം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ഓക്കെ, ഇനിയും എഫർവെസൻറ്റ് ടാബ്ലറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നെക്സ്റ്റ്, എക്സാമ്പിൾ ഓഫ് സർട്ടിഫൈഡ് റെഡ് കളർ. റെഡ് കളർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സർട്ടിഫൈഡ് ആയിട്ടുള്ള റെഡ് കളർ ഈ ഓപ്ഷനിൽ ഏതാണ്? കാരമൽ, ടാർട്രസിൻ, അമരാന്ത് ആൻഡ് സൺസെറ്റ് യെല്ലോ. ഓപ്ഷൻ സി അമരാന്ത് റെഡ് ആണ് ആൻസർ. ഓക്കെ, അമരാന്ത് ആണ് റെഡ് കളർ, സർട്ടിഫൈഡ് ആയിട്ടുള്ള റെഡ് കളർ തരുന്ന ഏജന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 ounce of 1% weight by വോളിയം സൊല്യൂഷൻ റിക്വയേഴ്സ്. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിരുന്നത് 1 ounce എത്രയാണ് എന്നാണ് ആദ്യം നമ്മുടെ ഓർമ്മയിൽ വരേണ്ടത്. 1 ounce എത്രയാണ്? 4.375 ഗ്രെയിൻ ആണ് 1 ounce എന്ന് പറയുന്നത്. 1 ounce of 1% weight by വോളിയം സൊല്യൂഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേറെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 4.375. സോ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ഉത്തരത്തിൻ്റെയും യൂണിറ്റുകൾ ഗ്രെയിനിൽ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം 1 ounce എത്രയാണ് എന്ന് ഓർക്കുക, എന്നിട്ട് ആൻസറുമായിട്ട് കോറിലേറ്റ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുറേത്രൽ സപ്പോസിറ്ററീസ് ആർ ഓൾസോ നോൺ ആസ്. സപ്പോസിറ്ററീസ് നിങ്ങൾക്ക് അറിയാം അല്ലേ? സോ ഓറൽ അല്ലാതെ ബാക്കിയുള്ള ബോഡിയുടെ ക്യാവിറ്റീസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസിനെയാണ് നമ്മൾ സപ്പോസിറ്ററീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ pessaries എന്താണ്? Pessaries are suppositories which we are intended to administer into the vagina. വജൈനയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെസറീസ് എന്ന് വിളിക്കുക. ഓക്കെ, സോ നേസൽ ബോഗീസ് എന്താണ്? വേർഡിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നേസൽ ക്യാവിറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സപ്പോസിറ്ററീസിയാണ് നേസൽ ബോഗീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് ബോഗീസ്. ബോഗീസ് ആണ് യുറേത്രൽ സപ്പോസിറ്ററി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബോഗീസ് ആണ്. ആൻഡ് ഓപ്ഷൻ D is suppositories. So urethral suppositories are also called as bogies. Okay, option C. Next one, the type of an emulsion depends upon. അപ്പം emulsion എന്താണ്? emulsion ഒരു ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോമാണ്. എമൽഷനിലുള്ള 2 ഫേസുകളിൽ രണ്ടും ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് എമൽഷനും സസ്പെൻഷനും അറിയാം, രണ്ടും ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോമാണ്. എമൽഷൻ എന്ന് പറയുന്നതിനകത്തുള്ള 2 ഫേസും ലിക്വിഡ് തന്നെയായിരിക്കും. ഓക്കെ, 2 ലിക്വിഡുകൾ തമ്മിൽ പ്രിപ്പയർ ചെയ്യുന്നത് എമൽഷനാണ്. അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻ്റാണ് എമൽസിഫയിങ് ഏജൻറ്റ് അഥവാ എമൽജൻറ്റ്. ഓക്കെ, സോ എമൽജൻറ്റ് അല്ലെങ്കിൽ എമൽസിഫയിങ് ഏജൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എമൽഷൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല.
നമുക്ക് എമൽഷൻ, സസ്പെൻഷൻ പോലെയുള്ള ഏജൻസ് എല്ലാം നമുക്ക് എന്ത് വേണം, കുറച്ച് കാലത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടതാണ് അല്ലേ. ഡിഫറെൻറ്റ് റൂം ടെമ്പറേച്ചറിൽ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കേണ്ട ആളാണ് എമൽഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എമൽജൻ്റ് ആഡ് ചെയ്താൽ അല്ലെങ്കിൽ എമൽസിഫൈങ് ഏജൻറ്റ് ആഡ് ചെയ്താൽ മാത്രമേ അവർ സ്റ്റേബിളായിട്ട് നിൽക്കുകയുള്ളൂ. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. Next one, example of anionic emulsions. So emulsions നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആനയോണിക് ഉണ്ട്, കാറ്റയോണിക് ഉണ്ട് ആൻഡ് നോൺ അയോണിക്. മൂന്ന് ക്ലാസിഫിക്കേഷനായിട്ടാണ് എമൽജൻറ്റിൻ്റെ അകത്ത് ഉള്ളത്. അതിനകത്ത് ആനയോണിക്കിനകത്ത് വരുന്ന എക്സാമ്പിളാണ് സോഡിയം ലൗറൈൽ സൾഫേറ്റ്. കാറ്റയോണിക്കിനകത്ത് വരുന്ന ഏജൻസ് ആണ് ബെൽസാൽക്കോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സെട്രിമൈഡ് ഒക്കെ കാറ്റയോണിക് ഏജൻസ് ആണ്. അപ്പോൾ നമ്മളുടെ ചോദ്യം എന്തായിരുന്നു, എക്സാമ്പിൾ ഓഫ് ആനയോണിക് എമൽജൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. സോ ആനയോണിക് ഞാൻ പറഞ്ഞു സോഡിയം ലൗറൈൽ സൾഫേറ്റ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ എ സെട്രിമൈഡ് എന്തായിരുന്നു, ഇറ്റ് ഈസ് കാറ്റയോണിക് സർഫാക്റ്റൻറ്റ്. പിന്നെ വൂൾഫാറ്റ് ഉണ്ട്, ഗം ഉണ്ട്. നമ്മളുടെ ചോദ്യം ആനയോണിക് എമൽജൻറ്റ് സോഡിയം ലൗറൈൽ സൾഫേറ്റ് ആണ്. നെക്സ്റ്റ്, the powder used to spray on the affected area of. So നമുക്ക് നമ്മുടെ നോസിൻ്റെ അതായത് നോസ്ട്രൽ ഏരിയയിലേക്ക് നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏജൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഡസ്റ്റിംഗ് ഉണ്ട്, എഫർവെസൻ്റ് ഉണ്ട്, ഇൻസഫലേഷൻ ഉണ്ട്, എക്സ്പ്ലോസീവ് ഉണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇൻസഫലേഷൻ ആണ് ഉത്തരം. ആൻഡ് ഇറ്റ് ഈസ് അഡ്മിനിസ്റ്റേർഡ് യൂസിങ് എ ഇൻസഫലേറ്റർ. ഒരു ഇൻസഫലേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോസ്ട്രലിലേക്ക് ഇൻസഫലേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാറ്റിൻ വേർഡ് ഫോർ ഹാഫ്. ഹാഫ് എന്ന ഉദ്ദേശിക്കുന്ന ലാറ്റിൻ വേർഡ് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് എസ് എസ്, നെക്സ്റ്റ് വൺ ഇസ് എ ഡി, ദെൻ SOS, TD. 4 ഓപ്ഷൻസ് ആണുള്ളത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് ഓപ്ഷൻ എ, SS ആണ് ഓപ്ഷൻ. ഹാഫ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് SS ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി AD എന്ന് കണ്ടോ, AD നിങ്ങൾക്ക് ചിലപ്പോൾ പുതുതായിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കും. ഇറ്റ് ഈസ് ഓറിക്കിൾ ഡെസ്ട്രോസ് എന്നാണ്. റൈറ്റ് ഇയറിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നാണ് AD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി AD റെഫേഴ്സ് ടു ഓറിക്കിൾ ഡെക്സ്ട്രോസ്. സോ റൈറ്റ് ഇയറിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. SOS അറിയാലോ, വെൻ എവർ നെസസറി. സോ നെക്സ്റ്റ് ഇസ് എക്സാമ്പിൾ ഫോർ എ പ്രസിപ്പിറ്റേറ്റ് ഫോമിംഗ് ലിക്വിഡ്. സോ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോമിംഗ് ലിക്വിഡ് ഏതാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്, സിറപ്പ് ഉണ്ട്, ലിക്കോറൈസ് എക്സ്ട്രാക്റ്റ് ഉണ്ട്, ടിങ്ചർ ഓഫ് തൊളു ഉണ്ട്, ടിങ്ചർ ഓഫ് ജിഞ്ചർ ഉണ്ട്. ഓക്കെ, സോ ഉത്തരം എന്ന് പറയുന്നത് ടിങ്ചർ ഓഫ് തൊളു ആണ്. പ്രസിപ്പിറ്റേറ്റ് ഫോമിംഗ് ലിക്വിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ പ്രസിപ്പിറ്റേറ്റ് ഫോമിംഗ് ലിക്വിഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്, ടിങ്ചർ ഓഫ് തൊളു. അടുത്തത്, ഇൻ ടോളറേറ്റഡ് ഇൻകോമ്പാക്റ്റിബിലിറ്റി ദ പ്രസിപ്പിറ്റേഷൻ ഈസ്. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ഇൻകോമ്പാക്റ്റിബിലിറ്റി എന്താണ്. ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 ഡ്രഗുകൾ നമ്മൾ ഉപയോഗിക്കുന്നു, അവർ പരസ്പരം ചേരില്ല അല്ലെങ്കിൽ വിരുദ്ധമാണ് എങ്കിലാണ് നമ്മൾ അവരെ ഇൻകോമ്പാക്റ്റബിൾ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളുടെ ചോദ്യം ടോളറേറ്റഡ് ഇൻകോമ്പാക്റ്റബിലിറ്റി എന്താണ്. അപ്പം കുറേ കാലം ഈ പറയുന്നത് പോലെ നമ്മളൊരു 2 ഡ്രഗ് ഒരുമിച്ച് കൊടുക്കുന്നു, അവർ 2 പേരും ഇൻകോമ്പാക്റ്റബിൾ ആണ്. കുറച്ച് കാലം ഇത് ഉപയോഗിക്കുമ്പോൾ ബോഡി ഈ പർട്ടിക്കുലർ കോമ്പിനേഷനുമായിട്ട് ടോളറേറ്റഡ് ആവും. ഓക്കെ, സോ അത്തരം ടോളറേറ്റഡ് ആയിട്ടുള്ള ഇൻകോമ്പാക്റ്റബിലിറ്റീസ് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രസിപ്പിറ്റേഷൻ കുറയ്ക്കാനാണോ, പ്രിവെൻറ്റ് ചെയ്യാനാണോ, കൂട്ടാനാണോ, അതോ ഈ പറഞ്ഞ ഒന്നുമല്ലേ എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇൻ ടോളറേറ്റഡ് ഇൻകോമ്പാക്റ്റബിലിറ്റി ദ പ്രസിപ്പിറ്റേഷൻ വിൽ ബി മിനിമൈസ്ഡ്. കാരണം പ്രസിപ്പിറ്റേഷൻ അവിടെ കുറയും, കാരണം ഓൾറെഡി ഇൻകോമ്പാക്റ്റബിലിറ്റിയുമായിട്ട് ബോഡി ടോളറേറ്റഡ് ആയി കഴിഞ്ഞു. ഓക്കെ, സോ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രസിപ്പിറ്റേഷൻ അവിടെ കുറയും ടോളറേറ്റഡ് ആയതുകൊണ്ട്. ടോളറൻസ് വന്നതുകൊണ്ടാണ്, അല്ലാതെ ഇൻകോമ്പാക്റ്റബിലിറ്റി മാത്രമായിരുന്നുവെങ്കിൽ മിനിമൈസ്ഡ് ആയിരിക്കില്ല. ഇൻകോമ്പാക്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ പ്രസിപ്പിറ്റേഷൻ വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ്. ഓപ്ഷൻ സി ആയിരുന്നേനെ ഉത്തരം. ടോളറേറ്റഡ് ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് വന്നത്. അടുത്ത ചോദ്യം, ദ റേഷ്യോ ഓഫ് ഓയിൽ, വാട്ടർ ആൻഡ് ഗം ഫോർ പ്രൈമറി എമൽഷൻ ഓഫ് ഫിക്സ്ഡ് ഓയിൽ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് PSCയിൽ ചോദിച്ചും കണ്ടിട്ടുണ്ട്. പ്രൈമറി എമൽഷനും സെക്കൻഡറി എമൽഷനും ഉണ്ട്. ആദ്യം നമ്മൾ ഗമ്മും വാട്ടറും ഓയിലും യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈമറി എമൽഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അതിനകത്ത് ചോദ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രൈമറി എമൽഷൻ ഓഫ്
ഫിക്സ്ഡ് ഓയിൽ എന്നാണ് ചോദ്യം. സോ ഫിക്സ്ഡ് ഓയിലിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:2:1 ആണ്. ഓക്കെ, ഇഫ് ക്വസ്റ്റ്യൻ എമൽഷൻ ഓഫ് മിനറൽ ഓയിൽ എന്നായിരുന്നു എങ്കിൽ 3:2:1 എന്നായിരിക്കും വരിക. ആൻഡ് ഇഫ് ക്വസ്റ്റ്യൻ ഈസ് എമൽഷൻ ഓഫ് വോളറ്റൈൽ ഓയിൽ എന്നാണെങ്കിൽ 2:2:1 എന്നായിരിക്കും ഉത്തരം വരിക. സോ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ദ റേഷ്യോ ഓഫ് ഓയിൽ വാട്ടർ ആൻഡ് ഗം. ഈ ക്വസ്റ്റ്യനും ശ്രദ്ധിക്കണം, ഓയിൽ വാട്ടർ ആൻഡ് ഗം എന്ന് തന്നെയാണോ എഴുതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഓപ്ഷൻസ് മാറി വരാം. സോ ഓയിൽ വാട്ടർ ആൻഡ് ഗം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫിക്സ്ഡ് ഓയിലിൻ്റെ പ്രൈമറി എമൽഷൻ്റെ ഉത്തരം 4:2:1 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 24th ക്വസ്റ്റ്യൻ. ദ സബ്സ്റ്റൻസ് യൂസ് ടു ഇൻക്രീസ് ദ വിസ്കോസിറ്റി ഓഫ് ദ വെഹിക്കിൾ ഇൻ മിക്സ്ചേഴ്സ് ഈസ്. സോ മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ്റെ അകത്ത് വിസ്കോസിറ്റി കൂട്ടാനായിട്ട്, വെഹിക്കിളിൻ്റെ വിസ്കോസിറ്റി കൂട്ടാനായിട്ട് ഈ ഓപ്ഷൻസിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. സോ സ്റ്റാർച്ച് ഉണ്ട്, കോമ്പൗണ്ട് ഓഫ് പൗഡർ ഓഫ് ട്രഗക്കാന്ത് ഉണ്ട്, അക്കേഷ്യ ഉണ്ട്, ലാക്ടോസ് ഉണ്ട്. സോ മിക്സ്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക കോമ്പൗണ്ട് പൗഡർ ഓഫ് ട്രഗക്കാന്ത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഐ ഡ്രോപ്സ് ഷുഡ് ബി ഐസോട്ടോണിക് ആണോ, ഹൈപ്പർട്ടോണിക് ആണോ, ഹൈപ്പോട്ടോണിക് ആണോ, നോൺ സ്റ്റെറൈൽ ആണോ? ഇതിനകത്ത് ഓപ്ഷൻ ഡി എന്തായാലും അല്ല അല്ലേ. ഐ ഡ്രോപ്സ് എന്ന് പറയുന്നത് സ്റ്റെറൈൽ പ്രിപ്പറേഷൻസ് ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ എങ്ങനെ വേണം എന്നുള്ളതാണ് ചോദ്യം. ഓസ്മോട്ടിക് പ്രഷർ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ കുറയുക എന്നുള്ളതാണ് ഹൈപ്പോട്ടോണിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓസ്മോട്ടിക് പ്രഷർ കുറയുന്നതിനെയാണ് ഹൈപ്പോട്ടോണിക് എന്ന് പറയുന്നത്, ഓസ്മോട്ടിക് പ്രഷർ കൂടുന്നതിനെയാണ് ഹൈപ്പർട്ടോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോവും അല്ല, ഹൈപ്പറും അല്ല, നോൺ സ്റ്റെറൈലും അല്ല. അപ്പോൾ നമുക്ക് പിന്നീടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1 ഐസോട്ടോണിക്, സെയിം ഓസ്മോട്ടിക് പ്രഷർ ഉള്ളവയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്ത ഐ ഡ്രോപ്പായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, so next question. Ointment containing insoluble medicament is prepared by. So ointments നമുക്കറിയാം, ointments പ്രിപ്പയർ ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് അല്ലേ. സോ നമുക്ക് ഫ്യൂഷൻ മെത്തേഡ് അറിയാം, ട്രിച്ചുറേഷൻ അറിയാം, അതേപോലെ കെമിക്കൽ മെത്തേഡ്സുകൾ അറിയാം, ദെൻ എമൽസിഫിക്കേഷൻ അറിയാം. ഇതിനകത്ത് നമ്മൾ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള മെഡിക്കാമെൻസിനെ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് പ്രിപ്പറേഷൻ മെത്തേഡാണെന്നാണ് ചോദ്യം. സോ ഇറ്റ് ഈസ് ട്രിച്ചുറേഷൻ. ട്രിച്ചുറേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള മെഡിക്കാമെൻസിന് നമ്മൾ ബേസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. സോ ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ വെയ്റ്റ് ഓഫ് ദ ടാബ്ലറ്റ്. ടാബ്ലറ്റിൻ്റെ വെയ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ടാബ്ലറ്റ് ഉണ്ട്, ആ ടാബ്ലറ്റിന് ഒരു മിനിമം വെയിറ്റ് വേണം എന്നുള്ള റിക്വയർമെൻ്റ് ഉണ്ട്. അതായത് 100 mg എങ്കിലും ഇല്ലാതെ നമുക്കൊരു ടാബ്ലറ്റ് ഫോർമുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു ടാബ്ലറ്റിനെ 100 mg ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. നമ്മുടെ കയ്യിൽ 50 ഗ്രാമേ മെഡിക്കാമെൻ്റ് ഉള്ളൂ എങ്കിൽ ബാക്കി നമുക്ക് 100 mg ആക്കാനായിട്ട്, 50 ഗ്രാം അല്ല, നമുക്ക് 100 mg ആക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് 100 mgയിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നാണ് ചോദ്യം. നമ്മൾ എന്താ ഉപയോഗിക്കുക? വി വിൽ ആഡ് ഡൈല്യൂവൻറ്റ്. ഓക്കെ, വി വിൽ യൂസ് ഡൈല്യൂവൻറ്റ്. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എക്സിപ്പിയൻ്റ് എന്താണ്? ടാബ്ലറ്റിന് മെഡിക്കാമെൻ്റ് അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് എല്ലാ ഏജൻസിനെയും നമ്മൾ വിളിക്കുന്നത് എക്സിപ്പിയൻസ് എന്ന് തന്നെയാണ്. നെക്സ്റ്റ് ഇസ് ഡിസിൻറ്റഗ്രൻറ്റ്. ഡിസിൻറ്റഗ്രൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ എത്തിയതിന് ശേഷം ഈ ഡ്രഗിനെ പൗഡർ ചെയ്യാൻ, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഏജൻറ്റാണ് ഡിസിൻറ്റഗ്രൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ലൂബ്രിക്കൻറ്റ്. ലൂബ്രിക്കൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാണ്? ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ടാബ്ലറ്റ് ഡൈയിൽ നിന്ന് ടാബ്ലറ്റ് എളുപ്പത്തിൽ വിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏജൻസ് ആണ് ലൂബ്രിക്കൻസ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു all these 4 options, the best suited option is option D, the substance which is used to increase the weight of the tablet. ടാബ്ലറ്റിൻ്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈല്യൂവൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വെയിറ്റ് ഓഫ് ഈച്ച് പൗഡർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ്. നമ്മൾ പൗഡർ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 gram എങ്കിലും മിനിമം വെയിറ്റ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The solvent usually used in throat paint is. ത്രോട്ട് പെയിൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പറേഷൻ്റെ വെഹിക്കിൾ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സോൾവെൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ആൽക്കഹോൾ ഉണ്ട്, സിറപ്പുണ്ട്, ഗ്ലിസറിൻ ഉണ്ട്, കാസ്ട്രോയിൽ ഉണ്ട്. ദ സോൾവെൻറ്റ് യൂസ്ഡ് ഇൻ ത്രോട്ട് പെയിൻറ്റ് ഇസ് ഗ്ലിസറിൻ. ഓക്കെ, ഇതേപോലെ വേറൊരു ചോദ്യവും ഗ്ലിസറിൻ ഉത്തരമായിട്ട് വന്നിരുന്നു. ഏതായിരുന്നു? എലിക്സറിൻ്റെ സ്വീറ്റ്നെസ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലിസറിൻ തന്നെയാണ്. ഇപ്പോഴത്തെ ചോദ്യം എന്തായിരുന്നു? സോൾവെൻറ്റ് യൂസ്ഡ് ഇൻ ത്രോട്ട് പെയിൻ. ത്രോട്ട് പെയിൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെൻറ്റ് എന്താണ്? ഗ്ലിസറിൻ ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊക്ക ബട്ടർ ഈസ് യൂസ്ഡ് ആസ് ബേസ് ഇൻ. കൊക്ക ബട്ടർ നമ്മൾ എന്തിൻ്റെ ബേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രം ഡിഫാം ലെവൽ ടു ഏത് ഗ്രാജുവേഷൻ ലെവൽ ആണെങ്കിലും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ എല്ലാവരും ആൻസർ ചെയ്യുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും കളയാനേ പാടില്ല. കൊക്ക ബട്ടർ എന്ന് പറയുന്നത് സപ്പോസിറ്ററിയുടെ ബേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏജൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an example of physical incompatibility is. So നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകോമ്പാക്റ്റബിലിറ്റീസ് ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇൻകോമ്പാക്റ്റബിലിറ്റി എന്താണെന്ന് പറയാം. രണ്ട് മെഡിക്കാമെൻറ്റ്സ് ഇഫ് ദേ ആർ നോട്ട് സ്യൂട്ടിങ് ടു ഈച്ച് അതർ, ഓക്കെ, എനി ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് അവരെ എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ ഇൻകോമ്പാക്റ്റബിലിറ്റി എന്നാണ് വിളിക്കുന്നത്. സോ ഫിസിക്കൽ ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് കുഡ് ബി ഡയറക്ട്ലി ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്നതിനാണ് ഫിസിക്കൽ ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ താഴെ പറയുന്നതിൽ ഫിസിക്കൽ ഇൻകോമ്പാക്റ്റബിലിറ്റി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. മിൽക്ക് ആൻഡ് വാട്ടർ ഫിസിക്കൽ ഇൻകോമ്പാക്റ്റബിലിറ്റി ഉണ്ടോ? മിൽക്ക് ആൻഡ് വാട്ടർ ഇല്ല, ദേ ആർ അവർ സോളിബിലൈസ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഏജൻസ് ആണ്. നെക്സ്റ്റ് ഈസ് ഷുഗർ ആൻഡ് വാട്ടർ, അവരും കുഴപ്പമില്ല, സോൾവൻസി കൂടുതലാണ്. നെക്സ്റ്റ് ഈസ് ക്യാംഫർ ആൻഡ് മെൻതോൾ, അതാണ് നമ്മളുടെ ഉത്തരം. ക്യാംഫർ ആൻഡ് മെൻതോൾ ഫിസിക്കലി ഇൻകോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഏജൻസ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ. ഓക്കെ, സോഡിയം ക്ലോറൈഡും വാട്ടറുമാണ് അടുത്ത ഏജൻറ്റ്. നെക്സ്റ്റ് വൺ, മിക്സ്ചേഴ്സ് ആർ ടു ബി. ഓക്കെ, മിക്സ്ചേഴ്സ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻഹെയിൽ ചെയ്യുകയാണോ ചെയ്യേണ്ടത്, അതോ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ത്രൂ റെക്റ്റം ആണോ, അതോ ടേക്കൺ ഇന്റേർണലി ആണോ, അതോ ഇൻജെക്റ്റഡ് ആണോ? മിക്സ്ചേഴ്സ്, വാട്ട് വി ആർ യൂസിങ് വിത്ത് മിക്സ്ചേഴ്സ്? മിക്സ്ചേഴ്സ് ദേ ആർ മീൻഡ് ഫോർ ഇന്റേർണൽ അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, എമൽഷൻസ് ആർ ടു ബി ലേബിൾഡ്. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു എമൽഷൻസ് എന്താണ്? ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം ആണ്. രണ്ട് ഫേസ് ഉണ്ടായിരിക്കും, ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ടാവും, കണ്ടിന്യൂസ് ഫേസും ഉണ്ടാവും. ഓക്കെ, ഇവർ രണ്ടും രണ്ടായിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. അതായത് കണ്ടിന്യൂസ് ഫേസിനകത്ത് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടായിരിക്കും ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ടാവുക. സോ വെൻ എവർ നമ്മൾ എമൽഷൻ എടുക്കുന്ന സമയം വി ഹാവ് ടു ഷേക്ക് വെൽ before use. Okay, so options nathu handle with care, poison, shake well before use and do not use and option C aanu nammade uttaram. Shake well before use aanu nammade uttaram. So next one, which balance should be used in all prescription compounding? So prescription compounding നമുക്കറിയാം, ഒരു പേഷ്യൻ്റ് ഡിസീസ് കണ്ടീഷൻ അനുസരിച്ച് കൃത്യമായിട്ട് ഒരു പ്രിസ്ക്രിപ്ഷനിലുള്ള ഡ്രഗിൻ്റെ ക്വാണ്ടിറ്റി വേ ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രിസ്ക്രിപ്ഷൻസ്. ഓക്കെ, സോ പ്രിസ്ക്രിപ്ഷൻ കോമ്പൗണ്ടിങ്ങിൽ നമ്മൾ ഈ പറയുന്നത് ഏത് ബാലൻസ് ആയിരിക്കും ഉപയോഗിക്കുക? ടോർസയോൺ ബാലൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ടോർസയോൺ ബാലൻസിന് ഹൈ ആക്യുറസി ഉള്ള വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് വേ ചെയ്തെടുക്കാൻ പറ്റുന്ന ഏജൻ്റാണ് ടോർസയോൺ ബാലൻസ്. ഓക്കെ, സോ ഇലക്ട്രോണിക് ബാലൻസ് ഒക്കെ നമ്മൾ ലബോറട്ടറിയിലും നമ്മുടെ ലാബുകളിലും ഒക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. ദെൻ ഡിസ്പെൻസിങ് ബാലൻസ് ആൻഡ് ഓർഡിനറി ബാലൻസ്. ഓപ്ഷൻ എ ടോർസയോൺ ബാലൻസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിനിമെൻറ്റ്സ് ഷുഡ് ബി അപ്ലൈഡ്. ലിനിമെൻറ്റ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. സോ ലോഷൻസ്, ലിനിമെൻറ്റ്സ്, ഈ പറയുന്ന എക്സ്റ്റേണൽ പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ അകത്ത് ലിനിമെൻറ്റ്സ് വിത്ത് ഫ്രിക്ഷൻ ആണോ, വിത്തൗട്ട് ഫ്രിക്ഷൻ ആണോ, അതോ ഹാവ് ടു ബി സ്പ്രേഡ് ഓൺ ദ അഫക്റ്റഡ് പാർട്ട് ആണോ, ഇൻഹെയിൽഡ് ആണോ? ഏതാണ് ഉത്തരം? ലിനിമെൻറ്റ് നമ്മൾ ബോഡിയിലേക്ക് വിത്ത് ഫ്രിക്ഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ലിനിമെൻറ്റ് ബോഡിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വിത്ത് ഫ്രിക്ഷൻ റബ്ബിങ് ആക്ഷനോട് കൂടി വേണം ലിനിമെൻറ്റ് ദേഹത്ത് നമ്മൾ പിടിപ്പിക്കാനായിട്ട്. പക്ഷെ ലോഷൻ ആണെങ്കിലോ, ലോഷൻ ഹാവ് ടു ബി administered into the body without friction. That is option B ആണ്. ഇപ്പം ലോഷൻ ഷുഡ് ബി എന്നായിരുന്നു ചോദ്യമെങ്കിൽ ഓപ്ഷൻ ബി അപ്ലൈഡ് എക്സ്റ്റേണലി വിത്തൗട്ട് ഫ്രിക്ഷൻ എന്നുള്ളതായിരിക്കും അതിൻ്റെ ഉത്തരമായിട്ട് വരും. Next question, liniment of turpentine oil is an example of. So turpentine oil inde liniment ine oru example aanu chodyam. Okay, so it is water in oil emulsion. Option A aanu uttaram. Okay, so liniment of turpentine oil ennu parayunnathu water in oil inde oru example aanu varunathu. Indiffusible mixture alla, oil in water emulsion alla, സസ്പെൻഷൻ അല്ല, അവിടെയുള്ള കണ്ടിന്യൂസ് ഫേസ് എന്ന് പറയുന്നത് ടർപ്പൻറ്റൈൻ ഓയിലാണ്. അപ്പം നിങ്ങൾക്കറിയാം എമൽഷൻ്റെ അകത്ത് ഓയിൽ ഇൻ വാട്ടർ എമൽഷൻസ് ആണെങ്കിൽ ഓയിൽ എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസും വാട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടിന്യൂസ് ഫേസും ആയിരിക്കും. എന്നാൽ വാട്ടർ ഇൻ ഓയിൽ ആണെങ്കിലോ വാട്ടർ എന്ന് പറയുന്ന ഡിസ്പേഴ്സ്ഡ് ഫേസും ഓയിൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫേസും ആയിരിക്കും. അപ്പം നമ്മളുടെ ചോദ്യം
ലിനിമെന്റ് ഓഫ് ടർപ്പൻറ്റൈൻ ഓയിൽ എന്ന് പറയുന്നത് എന്താണ്? ഓയിൽ ഇൻ വാട്ടർ ആണോ, വാട്ടർ ഇൻ ഓയിൽ ആണോ? ഇറ്റ് ഈസ് വാട്ടർ ഇൻ ഓയിൽ. അവിടെ വാട്ടർ ഡിസ്പോസ്ഡ് ഫേസും ഓയിൽ കണ്ടിന്യൂസ് ഫേസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, എക്സാമ്പിൾ ഓഫ് എ സ്വീറ്റനിങ് ഏജന്റ്. ഓക്കെ, ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ സ്വീറ്റനിങ് ഏജന്റിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സോർബിറ്റോള്, ക്ലോറോഫോം, പെപ്പർമിന്റ്, വാട്ടർ ആൻഡ് ഓറഞ്ച് പീൽ ഓയിൽ. ആൻസർ ഏതാണ്? സോർബിറ്റോൾ ആണ് സ്വീറ്റനിങ് ഏജന്റിന്റെ എക്സാമ്പിൾ. So next question, anti-sibos mean. Okay, so anti-sibos എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം. സിബോസ് എന്നതിൻ്റെ മീനിങ് തന്നെ മീൽസ് എന്നാണ്, ആഹാരം. ഓക്കെ, സോ ലാറ്റിൻ ടൈമിൽ ആൻറ്റിസിബോസ് ഉണ്ട്, പോസ്റ്റ് സിബോസ് ഉണ്ട്. ആൻറ്റിസിബോസ് എന്ന് പറഞ്ഞാൽ ആൻറ്റി, ദാറ്റ് മീൻസ് ബിഫോർ, മീൽസിന് മുമ്പ് എടുക്കുന്നതാണ് ആൻറ്റിസിബോസ്. എന്നാൽ പോസ്റ്റ് സിബോസ് എന്ന് പറയാൻ ആഫ്റ്റർ മീൽ. ഓക്കെ, ഓപ്ഷനിൽ തന്നെ ഓപ്ഷൻ ഡി ഉണ്ട്, ആഫ്റ്റർ മീൽ ഉണ്ട്. ആഫ്റ്റർ മീൽ ആണെങ്കിൽ പോസ്റ്റ് സിബോസ് എന്നാണ് വരിക. ഓക്കെ, സോ 2 times a day എന്താണ്? ഇറ്റ് ഈസ് BD, ബിസിൻഡൈൻ. ഓക്കെ, സോ ബിസിൻഡൈൻ, ആൻറ്റിസിബോസ്. അറ്റ് ബെഡ് ടൈം നമ്മൾ എന്താ പറയുക? HS എന്നാണ് അല്ലേ? അറ്റ് ബെഡ് ടൈമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ മീൽസ് ആണെങ്കിൽ ഇറ്റ് ഈസ് പോസ്റ്റ് സിബോസ്. നെക്സ്റ്റ് വൺ, 60 minims are equivalent to. ഓക്കെ, സോ ഒരു മിനിം എന്ന് പറയുന്നത് എന്താണ്? ഒരു മിനിം എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പ് ആണ്. ഓക്കെ, ഒരു മിനിം എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പ് ആണ്. ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 0.06 ml ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 60 മിനിം എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 1 മിനിം ഈസ് ഈക്വൽ ടു 0.06. അപ്പം 60 മിനിം എന്ന് പറയുന്നതോ 60 × 0.06, ഉത്തരം 4 ml ആണ്. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതാണ്, ചോദ്യം കിട്ടുമ്പോൾ ആദ്യം എല്ലാ യൂണിറ്റും ഒന്നാണോ എന്ന് നോക്കുക. 6 ml, 4 ml, 8 ml, ഒരു ഫ്ലൂയിഡ് ഔൺസ്. ഒരു ഫ്ലൂയിഡ് ഔൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 15 ml. 2 ഫ്ലൂയിഡ് ഔൺസ് എന്ന് പറയുന്നത് 30 ml. അപ്പം എന്തായാലും 15 ml അല്ല, 30 ml അല്ല, 4 ml ആണ് 60 മിനിം എന്ന് പറയുന്നത്. ഓക്കെ, സോ 60 മിനിം ഇസ് ഈക്വൽ ടു 4 ml. ഒരു മിനിം എന്ന് പറയുന്നത് 0.06 ml ആയിട്ടാണ് വരുന്നത്. അടുത്ത ചോദ്യം, ദ യൂസ് ഓഫ് HLB സ്കെയിൽ ഈസ് ഈക്വൽ ടു. സോ ഞാൻ HLB പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. HLB എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ലിപ്പോഫിലിക് ബാലൻസ് ആണ്. എമൽഷൻ്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എമൽഷൻ്റെ സ്റ്റെബിലിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഗ്രിഫിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് HLB ബാലൻസ് അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് ലിപ്പോഫിലിക് ബാലൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് HLB യൂസ് ചെയ്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള എമൽസിഫൈങ് ഏജൻറ്റുകൾ ഏതാണ് എന്ന് തീരുമാനിക്കാം. 0 മുതൽ 18 വരെ നമുക്ക് പാർട്സ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 0 മുതൽ 8 വരെ ലിപ്പോഫിലിക് ആയിട്ടുള്ള ഏജൻസിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഓയിൽ ഇൻ വാട്ടർ എമൽഷൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹൈ ഹൈഡ്രോഫിലിക് വാല്യൂ ഉള്ള അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വാട്ടർ ഇൻ ഓയിൽ എമൽസിഫൈങ് ഏജൻറ്റുകളെ ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. ലോ ലിപ്പോഫിലിക് വാല്യൂ ഉള്ള അടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതൊക്കെയായിരുന്നു? എക്സാമ്പിൾസ് ഓർമ്മയുണ്ടോ? ക്രോസ് ചെക്ക് ചെയ്യുക. അതേപോലെ നമുക്ക് ഹൈ ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് ഹൈ ലിപ്പോഫിലിക് ആയിട്ട് ഏജൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്വീൻസ്, പോളിസോർബേറ്റ് 20, പോളിസോർബേറ്റ് 40, പോളിസോർബേറ്റ് 80 ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. 8 ന്യൂട്രൽ ആയിട്ടുള്ള വാല്യൂ ഉള്ള അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ്? അക്കേഷ്യ. ആൻഡ് ലോ ലിപ്പോഫിലിക് ആയിട്ടുള്ള അവിടെ നമുക്ക് സ്റ്റീറേറ്റുകളാണ്, മോണോസ്റ്റീറേറ്റുകളെയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, so next question, hydrocarbon bases are used in the preparations of. so hydrocarbons നമ്മൾ ഏതിൻ്റെ പ്രിപ്പറേഷൻ ആണ്? ഓയിൽമെൻ്റ് ആണോ, സപ്പോസിറ്ററി ആണോ, ലിനിമെൻ്റ് ആണോ, പേസ്റ്റ് ആണോ, എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി, ഓയിൽമെൻറ്റുകളിലാണ് ഹൈഡ്രോകാർബൺ ബേസുകൾ ഉപയോഗിക്കുന്നത്. കൊക്ക ബട്ടർ ഉപയോഗിക്കുന്നത് എവിടെയായിരുന്നു? സപ്പോസിറ്ററീസിലാണ് കൊക്ക ബട്ടർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സപ്പോസിറ്ററി ബേസ് കണ്ടെയ്ൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ അല്ലേ, സപ്പോസിറ്ററി ബേസിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ കൊക്ക ബട്ടർ പറഞ്ഞത്. അതേപോലെ ഒരു സപ്പോസിറ്ററി ബേസിൻ്റെ എക്സാമ്പിളാണ് ഓയിൽ ഓഫ് തിയോബ്രോമ. ഓക്കെ, ഓപ്ഷൻ സി. സോ വേറെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ബീസ് വാക്സ്, സോഫ്റ്റ് പാരഫിൻ, ബെൻറ്റോനൈറ്റ് ആൻഡ് ഓയിൽ ഓഫ് തിയോബ്രോമ. ബീസ് വാക്സ് ഒക്കെ എന്ത് ഏജൻസ് ആണ്? നമ്മൾ വാട്ടർ ഇൻ ഓയിൽ എമൽഷൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബീസ് വാക്സ്, വൂൾ ഫാറ്റ്,
ദെൻ എഗ് യോക്ക്, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ ആൻഡ് ഓയിൽ എമൽഷൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. ഓക്കെ, സോ ബെൻഡനൈറ്റ് നിങ്ങൾക്കറിയാം ഇൻഓർഗാനിക് ആയിട്ടുള്ള ഒരു എമൽസിഫയർ ആണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ, ദെൻ മഗ്നീഷ്യം സ്റ്റീറേറ്റ്, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഓർഗാനിക് ഏജന്റ് ആണ്. അതേപോലെ ബെൻഡോനൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് 2 തരത്തിലുള്ള എമൽഷൻസ് പ്രിപ്പയർ ചെയ്യാനും ബെൻഡോനൈറ്റ് നമ്മളെ സഹായിക്കും. വാട്ടർ ആൻഡ് ഓയിൽ എമൽഷൻസ് പ്രിപ്പയർ ചെയ്യാനും ബെൻഡോനൈറ്റ് യൂസ് ചെയ്യാം, വാട്ടർ ആൻഡ് ഓയിൽ എമൽഷൻസ് പ്രിപ്പയർ ചെയ്യാനും ബെൻഡോനൈറ്റ് ഉപയോഗിക്കാം. രണ്ടും 2 മെത്തേഡാണ് എന്ന് മാത്രം. ഓക്കെ, സോ നമ്മളുടെ ചോദ്യം എന്തായിരുന്നു? എ സപ്പോസിറ്ററി ബേസ് കണ്ടെയ്ൻ ഓയിൽ ഓഫ് തിയോബ്രാമ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ കണ്ടന്റ് ഓഫ് ക്ലോറോഫോം ഇൻ ക്ലോറോഫോം വാട്ടർ. ക്ലോറോഫോം വാട്ടറിൽ എത്ര ക്ലോറോഫോം ഉണ്ടാകുന്നു എന്നാണ് ചോദ്യം. 0.25% ആണ്. എല്ലാം പെർസെൻറ്റേജ് വാല്യൂവിലാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് വാല്യൂ മാത്രം നോക്കിയാൽ മതി. അടുത്ത ചോദ്യം, 437.5 ഗ്രെയിൻസ് എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഫ്ലൂയിഡ് ഔൺസ് ഇൻ 1% എന്ന് പറയുന്നതിൻ്റെ ഉത്തരം എന്തായിരുന്നു? അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. 1 ഔൺസ് എന്ന് പറയുന്നത് 437.5 ഗ്രെയിൻസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. Next, example of carminative. Okay, what is carminative? The substance that could reduce abdominal pain അല്ലെങ്കിൽ abdominal difficulties relieve ചെയ്യുന്ന agents ആണ് എന്ത്? Carminatives. So ഈ പറഞ്ഞ ഓപ്ഷനിൽ കാർമിനേറ്റീവ് ഏതാണ് എന്നാണ് ചോദ്യം. സോ എക്സാമ്പിൾ is tincture of cardamom, tincture of nux vomica, tincture of benzoin and tincture of digitalis. digitalis ഒക്കെ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണം അതൊരു കാർമിനേറ്റീവ് ആക്ഷനുള്ള ഏജന്റ് അല്ല. digitalis ഒരു കാർഡിയാക് സ്റ്റിമുലന്റ് ആണ്. ഡിഗോക്സിൻ, ഡിജിറ്റോക്സിൻ ഇവരൊക്കെ കാർഡിയാക് സ്റ്റിമുലന്റ് ആണ്. ഒരു കാർഡിയാക് ഫെയിലിയർ വരുന്ന സമയം നമ്മൾ യൂസ് ചെയ്യുന്ന ഏജന്റ് ആണ് ഡിഗോക്സിൻ, ഡിജിറ്റോക്സിൻ, ഈ പറഞ്ഞ ഡിജിറ്റാലിസിന്റെ ടിങ്ചർ ഒക്കെ. ഓക്കെ, സോ ഓപ്ഷൻ എ tincture cardamom ആണ് കറക്റ്റ് ആൻസർ. So next one, the indicators used in the preparation of strong ammonium acetate solution. Strong ammonium acetate solution prepare ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഓപ്ഷൻസിൽ ഏതൊക്കെയാണ്? തൈമോൾ ബ്ലൂ ആൻഡ് ബ്രോമോതൈമോൾ ബ്ലൂ, phenol red and phenolphthalein, methylene blue and methyl orange, methyl red and methyl violet. So option A, thymol blue and ബ്രോമോതൈമോൾ ബ്ലൂ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ സ്ട്രോങ് അമോണിയം ആസിഡേറ്റ് സൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് തൈമോൾ ബ്ലൂ ആൻഡ് ബ്രോമോതൈമോൾ ബ്ലൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രസോൾ വിത്ത് സോപ്പ് സൊല്യൂഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ്. ഓക്കെ, നമുക്കറിയാം ഇത്തരം ചോദ്യങ്ങൾ PSC മിക്കവാറും ചോദിക്കാറുണ്ട്. നെയിമിംഗ് ആയിട്ടുള്ള സൊല്യൂഷൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഡാഗിൻ സൊല്യൂഷൻ. ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള ലൈം സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡാഗിൻ സൊല്യൂഷൻ എന്ന് വിളിക്കുക. നെക്സ്റ്റ് ഇസ് ലൂഗോൾസ് സൊല്യൂഷൻ. ലൂഗോൾ സൊല്യൂഷൻ എന്താണ്? ലൂഗോൾ സൊല്യൂഷൻ ഈസ് അക്വസ് ആയിട്ടുള്ള അയഡിൻ സൊല്യൂഷനാണ് ലൂഗോൾ സൊല്യൂഷൻ എന്ന് വിളിക്കുക. ലൈസോൾ എന്ന് പറയുന്നത് എന്താണ്? ക്രസോൾ വിത്ത് സോപ്പ് സൊല്യൂഷനെയാണ് നമ്മൾ ലൈസോൾ എന്ന് വിളിക്കുക. ആൻഡ് ക്രസോൾ എന്ന് പറയുന്ന സൊല്യൂഷൻ ഇതിനകത്ത് ഓപ്ഷൻ സി ആണ്. ക്രസോൾ വിത്ത് സോപ്പ് സൊല്യൂഷനെയാണ് നമ്മൾ ലൈസോൾ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ നോർമൽ സലൈൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് അല്ലേ? നോർമൽ സലൈൻ്റെ അകത്തുള്ള സോഡിയം ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷൻ ഇറ്റ് 0.9% വെയ്റ്റ് ബൈ വോളിയം. ഓക്കെ, നെക്സ്റ്റ് വൺ, suitable flavoring agent to mask bitter taste of drug in pediatric formulations. Pediatric formulationsലെ ടേസ്റ്റ് മാസ്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം കുട്ടികളാണ്, അവർക്ക് ഇൻകോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസിനേക്കാളും പാലറ്റബിൾ ഇഷ്യൂസ് ആയിരിക്കും കൂടുതൽ. അവർക്ക് ആ ടേസ്റ്റ്, ആ സ്മെല്ലൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കോമ്പാറ്റബിൾ ഇഷ്യൂസ് വരാം. അപ്പോൾ പീഡിയാട്രിക് സിറപ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലേവറിങ് ഏജൻറ്റുകൾ ആഡ് ചെയ്യും. വാട്ട് ഇസ് ഫ്ലേവറിങ് ഏജൻറ്റ്? Flavoring agents are substances which we are used to increase the flavor of the preparation. So ഈ പറയുന്ന ടേസ്റ്റ് മാസ്ക് ചെയ്യാനായിട്ട്, ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റാസ്ബെറി സിറപ്പ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, പ്രിസർവേറ്റീവ്സ് ആർ നെസസറി ഇൻ ഇൻജെക്ഷൻസ് പ്രസൻറ്റ് ഇൻ. സോ നമുക്കറിയാം ഇൻജെക്ഷൻസ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സിലാണ് കിട്ടുക അല്ലെ? ആംപ്യൂൾസ് കിട്ടാറുണ്ട്, വയേഴ്സ് കിട്ടാറുണ്ട്, അതേപോലെ ട്രാൻസ്ഫ്യൂഷൻ ബോട്ടിൽസ് കിട്ടാറുണ്ട്.
അപ്പം ഇതിൻ്റെ അകത്ത് ഏതാണ് പ്രിസർവേറ്റീവ്സ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓപ്ഷൻ എ വയൽസ്. വയൽസിലാണ് ഏറ്റവും കൂടുതൽ പ്രിസർവേറ്റീവ്സ് മസ്റ്റായിട്ട് ഉപയോഗിക്കുക എന്ന ആവശ്യം വരുന്നത് വയൽസിനാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So talc is used in the preparation of aromatic water as. So talc നമുക്കറിയാം, talcന് ഒരുപാട് ആക്ഷൻസ് ഉണ്ട്. ഒരു ഗ്ലൈഡിങ് ഏജന്റ് ആണ്, ഫ്ലോ പ്രോപ്പർട്ടി കൂട്ടാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്ലൈഡിങ് ഏജന്റ് ആണ് ടാൽക്ക്. അതേപോലെ ഒരു നല്ലൊരു ഡൈല്യൂവൻ്റ് ആണ്, അതേപോലെ നല്ല ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ഏജൻറ്റുമാണ് ടാൽക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു അരോമാറ്റിക് വാട്ടർ പ്രിപ്പയർ ചെയ്യുന്ന സമയം വോളറ്റൈൽ ഓയിൽ കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടാൽക്ക് ആസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ഏജൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ പേരൻട്രൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്? സോ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആയിട്ടുള്ള പേരൻട്രൽ പ്രിപ്പറേഷൻസിൻ്റെ കവറിങ്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് യൂഷ്വലി നമ്മൾ IV പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ കാണാം അല്ലേ, മിക്കതും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് വരുന്നത്. അപ്പം നമുക്ക് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഡ്രഗ് ആൻഡ് ദ ബോട്ടിൽസ് ഷുഡ് നോട്ട് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. അപ്പം ഒരു ഇനേർട്ടായിട്ട് ഒരു മെറ്റീരിയൽ കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബോട്ടിൽസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് എക്സാമ്പിളാണ് പോളിപ്രോപ്പിലീനും പോളി എത്തിലീനും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് 2 ഉത്തരങ്ങൾ പഠിക്കാം, പോളിപ്രോപ്പിലീനും പോളി എത്തിലീനും. സോ ഇതല്ല വേറൊരു ചോദ്യം വന്നാലും ഓപ്ഷൻ്റെ അകത്ത് പോളിപ്രോപ്പിലീനോ പോളി എത്തിലീനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഉത്തരം എഴുതാം. ബോത്ത് എന്നൊരു ആൻസർ ഉണ്ടോ എന്നുള്ളതും നിങ്ങൾ ക്രോസ് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. സോ ഓപ്ഷൻ സി, ബോത്ത് A and B, polypropylene and polyethylene. Next one, hydrolytic resistance test is performed on glass modern to find out. Okay, so hydrolytic resistance test നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓക്കെ, അതും ഗ്ലാസ്സിൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ടു ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ആൽക്കൈലിനിറ്റി ലിബറേറ്റഡ് ബൈ ഇറ്റ്. അല്ലാതെ ക്വാളിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനോ അല്ലാതെ മെക്കാനിക്കൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനോ എത്ര ആൽക്കലൈ ലിബറേറ്റ് ചെയ്തു എന്നറിയാനോ അല്ല, എത്ര ലിമിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഓപ്ഷൻ സിയും ഡിയും ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. ആൽക്കലൈ ലിബറേറ്റഡ് ബൈ ഇറ്റ്, ലിമിറ്റ് ഓഫ് ആൽക്കലൈ ലിബറേറ്റഡ് ബൈ ഇറ്റ്. സോ ഓപ്ഷൻ ഡി, ലിമിറ്റ് ഓഫ് ആൽക്കലൈ ലിബറേറ്റഡ് ബൈ ഇറ്റ് ആണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിമൂവൽ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ് ഫ്രം ഡ്രഗ് പ്രോഡക്റ്റ് ബൈ ഇറ്റ്സ് പാക്കിംഗ് മെറ്റീരിയൽ. സോ അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയലിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള മാറ്ററിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഓപ്ഷൻ എ, ഇറ്റ് ഈസ് സോപ്ഷൻ. അബ്സോപ്ഷൻ നമുക്കറിയാം അല്ലേ, വലിച്ചെടുക്കുന്ന കേസാണ്. അപ്പോൾ സോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഫ്രം ദ ഡ്രഗ് പ്രോഡക്റ്റ് ഇൻ എ പാക്കിംഗ് മെറ്റീരിയൽ ഈസ് കോൾഡ് ആസ് സോപ്ഷൻ, SORPTION. Next question. The concentration of phenyl mercuric nitrate used as a preservative. So preservatives നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് തടയാനൊക്കെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഏജൻറ്റാണ് പ്രിസർവേറ്റീവ്. ഇപ്പോൾ എമൽഷനോ സിറപ്പോ ഒക്കെ എടുക്കുകയാണെങ്കിൽ സിറപ്പിൻ്റെ കേസിൽ ഷുഗർ കണ്ടൻറ്റ് സുക്രോസ് കൂടുതലായതുകൊണ്ട് തന്നെ 66.7% സുക്രോസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ബാക്ടീരിയൽ ഗ്രോത്തിനുള്ള സാധ്യത കുറവാണ്. കാരണം ഷുഗർ നമുക്കൊരു പ്രിസർവേറ്റീവായിട്ട് ആഡ് ചെയ്യും. പക്ഷേ എമൽഷൻ പോലെയുള്ള ലിക്വിഡ് ഡോസേജ് ഫോമിൽ പ്രിസർവേറ്റീവ് നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം. അതിനൊരു പ്രത്യേക കോൺസെൻട്രേഷനും ഉണ്ട്. ഫീനൈൽ മെർക്കുറിക് നൈട്രേറ്റ് അല്ലെങ്കിൽ ഫീനൈൽ മെർക്കുറിക് അസറ്റേറ്റ് എന്നൊക്കെ പറയുന്ന സബ്സ്റ്റൻസ് നമ്മൾ പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.002%. എല്ലാത്തിൻ്റെയും യൂണിറ്റ് ശ്രദ്ധിക്കുക, എല്ലാം പെർസെൻറ്റേജ് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഓപ്ഷൻ ബി 0.002% ആണ് ഫീനൈൽ മെർക്കുറിക് നൈട്രേറ്റ് വരുന്നത്. ഇനി ചോദ്യം ഫീനൈൽ മെർക്കുറിക് അസറ്റേറ്റ് ആയിരുന്നെങ്കിലോ? അതും സെയിം തന്നെയാണ് കേട്ടോ, 0.002% ആണ് ഫീനൈൽ മെർക്കുറിക് അസറ്റേറ്റ് ആയിരിക്കെങ്കിലും വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർജിക്കൽ സൊല്യൂഷൻ ഓഫ് ക്ലോറിനേറ്റഡ് സോഡ. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞായിരുന്നു. ക്ലോറിനേറ്റഡ് സോഡ എന്ന് പറയുന്നത് ഡാഗിൻ സൊല്യൂഷൻ ആണ്. അക്വസ് അയഡിൻ സൊല്യൂഷൻ എന്തായിരുന്നു?
ലൈസോൾ ആയിരുന്നു. ദെൻ ക്രസോൾ വിത്ത് സോപ്പ് സൊല്യൂഷൻ ആയിരുന്നു ലൈസോൾ. അക്വസ് സൊല്യൂഷൻ എന്തായിരുന്നു? ലൂഗോൾ സൊല്യൂഷൻ ആയിരുന്നു അല്ലേ. സോ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? സർജിക്കൽ സൊല്യൂഷൻ ഓഫ് ക്ലോറിനേറ്റഡ് സോഡ, ഇറ്റ് ഈസ് ഡാഗിൻ സൊല്യൂഷൻ. എന്തായിരുന്നു ലൂഗോൾ സൊല്യൂഷൻ? ലൂഗോൾ സൊല്യൂഷൻ എന്നാൽ അക്വസ് സൊല്യൂഷൻ ഓഫ് അയഡിൻ, അതിനെയാണ് ലൂഗോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ക്രസോൾ വിത്ത് സോപ്പ് സൊല്യൂഷൻ ആണ് ലൈസോൾ സൊല്യൂഷൻ. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, ദ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ഡെക്സ്ട്രോസ് ഇഞ്ചക്ഷൻ. നമ്മൾ നേരത്തെ സോഡിയം ക്ലോറൈഡ് പറഞ്ഞിരുന്നു 0.09. ഇവിടെ നമ്മളുടെ ചോദ്യം എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ഡെക്സ്ട്രോസ്. ഗ്ലൂക്കോസ് ഇൻ ഡെക്സ്ട്രോസ് ഇഞ്ചക്ഷനിൽ എത്രയുണ്ടാകും? 5% വെയിറ്റ് ബൈ വോളിയം. ഇവിടെയും യൂണിറ്റ് ശ്രദ്ധിക്കുക, എല്ലാം വെയിറ്റ് ബൈ വോളിയത്തിലാണോ എന്ന് നോക്കുക. ഓക്കെ, സോ ഇറ്റ് ഈസ് 5% വെയിറ്റ് ബൈ വോളിയം. നെക്സ്റ്റ് വൺ, ovoid trapezoid ounce contains. ഓക്കെ, സോ ഈ ഔൺസിൻ്റെ യൂണിറ്റ് തന്നെ ആലോചിച്ചാൽ മതി. ഇതൊരു എന്താ പറയുക, ഓവോയിഡ് ട്രപ്പോയിസ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റിനെ എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര പാർട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അതായത് ഒരു വെയിറ്റിനെ ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ലാറ്റിനിലെ ഒരു വേർഡാണ് ഓവോയിഡ് ഡിപ്പോയിസ് എന്ന് പറയുന്നത്. സോ ഒരു ഔൺസിൽ എത്ര വെയിറ്റ് ഉണ്ട്, എത്ര ഗ്രെയിൻ ഉണ്ട് എന്നാണ് ചോദ്യം. സോ അറിയാലോ, ഒരു ഔൺസിൽ 437.5 ഗ്രെയിൻ ആണ് ഉണ്ടായിരിക്കുക. So next question, in effervescent granule preparation the losses approximately. Effervescent granules നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, there is loss of drug moiety by carbon dioxide, oppository acid, tartaric acid, ഏതെങ്കിലും ഒരു മിക്സർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അവിടെ ആ മിക്സർ കൊണ്ട് ഉണ്ടാകാവുന്ന പരമാവധി നഷ്ടം, പരമാവധി ലോസ് എത്രയാണ്? ഇറ്റ് ഈസ് 1/10. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ഈസ് സ്പ്രേ ഡ്രൈയിങ് മെത്തേഡ് ഈസ് യൂസ് ഫോർ ദ പ്രിപ്പറേഷൻസ് ഓഫ്. നമുക്കറിയാം അല്ലേ, കോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പ്രേ ഡ്രൈയിങ് മെത്തേഡ്. പാൻ ഡ്രൈയിങ്ങും ഉണ്ട്, പ്രസ് കോട്ടിങ്ങും ഉണ്ട്. പാൻ കോട്ടിങ്ങും ഉണ്ട്, പ്രസ് കോട്ടിങ്ങും ഉണ്ട്. പാൻ കോട്ടിങ് എങ്ങനെയാണ്? യൂഷ്വലി ഒരു പാനിലായിരിക്കും നമ്മൾ ഈ ഡ്രഗിനെ ഈ പറയുന്നത് പോലെ കോട്ട് ചെയ്യുന്നത്. പ്രസ് കോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡൈസ്ഡ് ഡ്രയറിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ട് ഈ ടാബ്ലറ്റ് നമ്മൾ ഇങ്ങനെ കറക്കി കറക്കി വിടും. സോ വെൻ ദ സ്പ്രേ ഇറ്റ് വിൽ കവർ ഓവർ ദ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ടാബ്ലറ്റ്. ഓക്കെ, സോ സ്പ്രേ ഡ്രൈയിങ് മെത്തേഡ് നമ്മൾ എന്തിൻ്റെ പ്രിപ്പറേഷനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മൈക്രോ ക്യാപ്സ്യൂൾസ്. സ്പ്രേ ഡ്രൈയിങ് നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോ ക്യാപ്സ്യൂൾസിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ, ദ സബ്സ്റ്റൻസ് വിച്ച് ഇസ് ഇൻഡിഫ്യൂസിബിൾ ഇൻ മിക്സ്ചർ. ഈ താഴെ പറയുന്ന ഓപ്ഷൻസിനകത്ത് മിക്സ്ചറിലെ ഇൻഡിഫ്യൂസിബിൾ ആയിട്ടുള്ള ഏജൻറ്റ് ഏതാണ്? കെഫീൻ, സോഡിയം ക്ലോറൈഡ്, ഫിനാസെറ്റീൻ ആൻഡ് ബോറിക് ആസിഡ്. ഓപ്ഷൻ സി, ഫിനാസെറ്റീൻ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ഈസ് pyrogen present in containers can be destroyed by heating the container at. ക്വസ്റ്റ്യൻ എന്താണ്? കണ്ടെയ്നർ എത്ര ഹീറ്റ് ചെയ്താലാണ് നമുക്ക് പൈറജൻസിനെ കില്ല് ചെയ്യാൻ പറ്റുക? ഓക്കെ, സോ ഓൾറെഡി പാക്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പൈറജൻസ് എന്താണ്? ദീസ് ആർ മെറ്റബോളിക് പ്രോഡക്റ്റ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. സോ പൈറജൻസ് പ്രസന്റ് ഇൻ ദ കണ്ടെയ്നേഴ്സ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബൈ ഹീറ്റിംഗ് ദ കണ്ടെയ്നർ 210 degree Celsius for 4 hours. 210 degree Celsius for 4 hours ആണ്. ഓപ്ഷനിൽ വേറെയും ഉണ്ട്. 121 for 30 minutes, 121 for 15 minutes, 210 for 1 hour. സോ നമ്മുടെ മെറ്റീരിയൽ ഓൾറെഡി പാക്ഡ് ആയതുകൊണ്ട് തന്നെ 210 for 4 hours ആണ് നമ്മുടെ ഉത്തരം. 210 for 4 hours. അതാണ് നമ്മുടെ ഉത്തരം വരിക. സോ ലിനിമെൻറ്റിനെ പറ്റിയിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ ലിനിമെൻറ്റ് കണ്ടെയ്ൻസ് ആൽക്കഹോൾ, വാക്സ്, സ്റ്റാർച്ച് ആൻഡ് സോപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിനിമെൻറ്റ് ഹാസ് ടു ബി അപ്ലൈഡ് വിത്ത് ഫ്രിക്ഷൻ ആൻഡ് ലോഷൻ ഹാസ് ടു ബി അപ്ലൈഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ എന്നുള്ള കാര്യം. സോ ലിനിമെൻറ്റിൽ നമ്മൾ ഈ പറയുന്ന ഏത് ഏജൻറ്റാണ് ആഡ് ചെയ്യേണ്ടത്? ആൽക്കഹോൾ ആണോ, വാക്സ് ആണോ, സ്റ്റാർച്ച് ആണോ, സോപ്പാണോ? ഓപ്ഷൻ ഡി, സ്റ്റാർച്ച് ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, 1 fluid ounce is equal to. ഓക്കെ, ഒരു ഫ്ലൂയിഡ് ഔൺസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഒരു ഫ്ലൂയിഡ് ഔൺസ് 30 ml ആണ്. ഓക്കെ, സോ 1 fluid ounces 30 ml. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫ്യൂസിബിൾ സോളിഡിന് ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. കലാമിൻ ആണോ, അതോ അസറ്റൈൽ സാലിസിലിക് ആണോ, ചോക്ക് ആണോ, മഗ്നീഷ്യം കാർബണേറ്റ് ആണോ? ആൻസർ ഓപ്ഷൻ ബി ആണ്, മഗ്നീഷ്യം കാർബണേറ്റ് ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 pint of 1% weight by volume റിക്വയേഴ്സ് എന്നാണ് ചോദ്യം. ഒരു പിൻറ്റിൻ്റെ
1% എന്ന് പറയുന്നത് 87.5 ഗ്രെയിൻസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് 87.5 ഗ്രെയിൻസ് ആണ് ഒരു പിൻറ്റിൻ്റെ 1% എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊലൂട്ടോറിയം മീൻസ്, കൊലൂട്ടോറിയം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് നമ്മൾ മൗത്ത് വാഷിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്, കൊലൂട്ടോറിയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യങ്സ് ഫോർമുല അറിയാലോ, നമ്മൾ പീഡിയാട്രിക് പോപ്പുലേഷൻസിലുള്ള ഡ്രഗിൻ്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് യങ്സ് ഫോർമുല, ഡിലിങ്സ് ഫോർമുല, ഫ്രൈഡ് ഫോർമുല, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഏജ് ഡിവൈഡ് ബൈ ഏജ് പ്ലസ് 12 ഇൻറ്റു അഡൽട്ട് ഡോസ്, ഇതാണ് യങ്സ് ഫോർമുലേൻ്റെ ഇക്വേഷൻ. ഓക്കെ, ദെൻ ഓരോ ഫോർമുലയും ഓരോന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങൾ വരാം, വെയിറ്റ് സ്പെസിഫൈ ചെയ്യുന്ന പീഡിയാട്രിക് ഫോർമുല ഏതാണ്, അല്ലെങ്കിൽ വെയിറ്റിനെ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഏതാണ്, അല്ലെങ്കിൽ ഏജിനെ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഏതാണ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. മന്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതാണ്, അങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് വരാം. നമ്മളുടെ ചോദ്യം എന്താണ്, യങ്സ് ഫോർമുല എന്താണ്, ഏജ് ഡിവൈഡ് ബൈ ഏജ് പ്ലസ് 12 ഇൻറ്റു അഡൾട്ട് ഡോസ് എന്നാണ് ഉത്തരം. അതിനകത്ത് ക്വസ്റ്റ്യൻ വേറെ ഒരു രീതിയിലും ചോദിക്കാം, ഏജ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ചൈൽഡ് ഫോർമുല ഏതാണ്, അല്ലെങ്കിൽ ചൈൽഡ് ഡോസ് കാൽക്കുലേഷൻ ഏതാണ്, അതും യങ്സ് ഫോർമുല തന്നെയാണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസെൻഡൈ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞു അല്ലേ, BID എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസെൻഡൈ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് 2 times a day. ഇനി 3 times a day ആണെങ്കിലോ TID, 1 time a day ആണെങ്കിലോ OD, 4 times a day ആണെങ്കിലോ QID. ഓക്കെ, സോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കാറുണ്ട്, ഇത് മാറ്റി വെക്കാൻ സാധിക്കുന്നതല്ല. സോ 1 time ആണെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്, ഇറ്റ് ഈസ് OD, 2 time ആണെങ്കിൽ BD, 3 times ആണെങ്കിൽ TID, 4 times ആണെങ്കിൽ QID. നെക്സ്റ്റ് വൺ, എക്സാമ്പിൾ ഓഫ് hygroscopic substance. So hygroscopic substance എന്ന് പറഞ്ഞാൽ when it come in contact with a water moiety, അത് ആ വാട്ടറിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ലിക്വിഫൈ ചെയ്തു പോകാം. അങ്ങനത്തെ ഏജൻസിനെയാണ് നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് ഏജൻസ് അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ ഫോർ എ ഹൈഗ്രോസ്കോപ്പിക് സബ്സ്റ്റൻസ്, സിങ്ക് ഓക്സൈഡ്, സോഡിയം സൾഫേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓപ്ഷൻ സി, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഒരു എക്സാമ്പിൾ ഓഫ് ഹൈഗ്രോസ്കോപ്പിക് ഏജൻറ്റ്. സോ നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വാട്ടറിനെ, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തിട്ട് ലിക്വിഫൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് എമൽഷൻ പ്രൊഡ്യൂസ്ഡ് വിത്ത് ബീസ് വാക്സ്. അപ്പം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ, എമൽസിഫൈങ് ഏജൻസിനെ പറ്റി പറഞ്ഞിരുന്നു. എമൽസിഫൈങ് ഏജൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നോക്കിയാൽ മാത്രമേ, ഡിസൈഡ് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ടുള്ള എമൽഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. വി ആർ ഹാവിങ് 2 types of emulsion, വാട്ടർ ഇൻ ഓയിൽ ആൻഡ് ഓയിൽ ഇൻ വാട്ടർ. വാട്ടർ ഇൻ ഓയിൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എമൽസിഫൈങ് ഏജൻറ്റ്സ് ആരൊക്കെ ആയിരിക്കും, ഓയിൽ ബേസ്ഡ് ആയിരിക്കും. ബീസ് വാക്സ്, വൂൾ ഫാക്ടർ, ജലാറ്റിന്, ദെൻ എഗ് യോക്ക്, പെക്റ്റിന് ഒക്കെ ആയിരിക്കും എക്സാമ്പിൾ. ദെൻ ലെസീത്തിൻ ഒരു എക്സാമ്പിൾ ആണ്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബീസ് വാക്സ് ഉപയോഗിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എമൽഷൻ ഏതാണ് എന്നാണ് ചോദ്യം. സോ നമ്മുടെ കണ്ടിന്യൂസ് ഫേസിൽ ആര് വരണം, ഓയിൽ വരണം. സോ വാട്ടർ ഇൻ ഓയിലാണ് നമ്മളുടെ ഉത്തരം, ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ഡബിൾ റാപ്പിംഗ് ഇസ് റിക്വയർഡ് ഫോർ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ, ഹൈഗ്രോസ്കോപ്പിക് ഡ്രഗ്സ് ദേ വിൽ അബ്സോർബ് മോയ്സ്ചർ എന്നിട്ട് ലിക്വിഫൈ ചെയ്ത് പോകാം. അപ്പം നമ്മൾ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള കോണ്ടാക്ട് നല്ലതുപോലെ കുറയ്ക്കണം. സോ വി ഹാവ് ടു റാപ്പ് ഇറ്റ്, ഡബിൾ റാപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ ഡബിൾ റാപ്പിംഗ് റിക്വയർ ഹൈഗ്രോസ്കോപ്പിക് പൗഡേഴ്സ്. Next one, the simple OZ is for, so it is ounce. Ounce represent ചെയ്യണം OZ നമ്മൾ ഉപയോഗിക്കുന്നത്, it represent ounce. So option A minim, option B pound, option C pint, option D ounce. OZ refers to ounce. Next question, a grain is equivalent to, so നിങ്ങൾ ചിലപ്പോൾ ഒരു ഗ്രെയിനിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് 60 എന്ന് പഠിച്ചു വെക്കാം. അപ്പോഴാണ് ഈ ചോദ്യം നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് തോന്നുക. സോ 64.5 ഉണ്ട്. കറക്റ്റ് എത്രയാണ്, ഒരു ഗ്രെയിൻ എന്ന് പറയുന്നത് 64.5 mg ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4.375 ഗ്രെയിൻ ഇൻ 2 ഫ്ലൂയിഡ് ഔൺസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഒരു ഫ്ലൂയിഡ് ഔൺസ് 30 ml ആണ്. അപ്പോൾ 2 ഫ്ലൂയിഡ് ഔൺസ് ഓഫ് 4.375 എന്ന് പറയുന്നത് 0.5% ആണ്. ഓക്കെ,
Next question, one fluid drachm contains, okay, so unit നോക്കുക എല്ലാം മിനിമൽ ആണുള്ളത് അല്ലേ. സോ ചോദ്യം എന്താണ്, ഒരു ഫ്ലൂയിഡ് ഡ്രക്കം എന്ന് പറയുന്നത് എന്താണ്, എല്ലാത്തിൻ്റെയും യൂണിറ്റ് മിനിമൽ ആണുള്ളത്. സോ നമ്മൾ വാല്യൂ നോക്കുക, ഇറ്റ് ഈസ് 60 minims. Next question, the creaming of an emulsion is directly proportional. So creamy explain ചെയ്യാനായിട്ട് നമ്മളൊരു ലോ പഠിച്ചിട്ടുണ്ട്, സ്റ്റോക്ക് ലോ അല്ലേ. സോ ഇറ്റ് ഈസ് യൂസ് ടു എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ എമൽഷൻ. അപ്പം ക്രീമിങ്ങും ഉണ്ട്, ക്രാക്കിങ്ങും ഉണ്ട്, ഫേസ് ഇൻവേർഷനും ഉണ്ട്. ഇത് മൂന്നും എമൽഷൻ്റെ സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് ആണ്. ഓക്കെ, സോ ക്രീമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് എല്ലാം കൂടെ മുകളിൽ വന്നിട്ട് സെറ്റിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്രീമിങ്. പക്ഷെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൽഷൻ നമുക്ക് പഴയതുപോലെ ആക്കാം. സോ ഇറ്റ് ക്യാൻ ബി റീഡിസ്പേഴ്സ് ഓൺ ഷേക്കിംഗ്. പക്ഷെ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാലോ ഇവരെല്ലാവരും കൂടെ മുകളിൽ വന്നിട്ട് സെറ്റിൽ ചെയ്ത് നിൽക്കും. ഓക്കെ, നമുക്ക് റീഡിസ്പേഴ്സ് ചെയ്ത് പഴയതുപോലെ ആക്കാൻ സാധിക്കില്ല. ഓക്കെ, സോ ക്രീമിംഗ് സംഭവിക്കാതിരിക്കുവാനുള്ള എല്ലാ പ്രിക്വേഷൻസും നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ക്രീമിംഗ് നടന്നിട്ടുള്ള എമൽഷന് ക്രാക്കിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. ക്രാക്കിംഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എമൽഷൻ പിന്നീട് റീയൂസ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ക്രീമിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രിക്വേഷൻസ് എടുക്കണം. നമ്മുടെ ചോദ്യം എന്താണ്, ക്രീമിംഗ് ഓഫ് ദ എമൽഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, അതിന് നിങ്ങൾ സ്റ്റോക്ക് ലോ അറിയണം. സ്റ്റോക്ക് ലോ പറയുന്നത് എന്താണ്, V ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ദ ratio of the dispersed phase minus ratio of the continuous phase into specific gravity. സോ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പം സ്റ്റോക്ക് ലോയിൽ പറയുന്നത് എമൽഷൻ്റെ ക്രീമിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഒരു ഡയറക്ട്ലി പ്രപ്പോർഷനിലാണ്. ഓക്കെ, സോ വേറെയും ഉണ്ട്, റിയോളജി ഉണ്ട്, വിസ്കോസിറ്റി ഉണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബിറ്റ്വീൻ ഓയിൽ ആൻഡ് വാട്ടർ ഫേസ് ഉണ്ട്. പക്ഷേ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും എന്ത്, ഓപ്ഷൻ ബി സ്പെസിഫിക് ഗ്രാവിറ്റിയോടാണ്. അടുത്ത ചോദ്യം, ഒരു ടീസ്പൂൺ എത്രയാണ് എന്നാണ് ചോദ്യം. ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് 4 ml ആണ്. ഓക്കെ, ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് 4 ml ആണ്. ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 8 ml ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ടീസ്പൂൺ എന്ന് കണ്ടാൽ 4 ml എന്നുള്ളത് നോക്കുക. സോ ഒരു ടേബിൾ സ്പൂൺ അല്ല, ഒരു ഡെസേർട്ട് സ്പൂൺ ആണ് 8 ml കേട്ടോ. സോ ഒരു ടീസ്പൂൺ 4 ml, ഒരു ഡെസേർട്ട് സ്പൂൺ 8 ml, ഒരു ടീസ്പൂൺ 15 ml, 2 ടേബിൾ സ്പൂൺ ആണ് 30 ml. നെക്സ്റ്റ് ചോദ്യം, എമൾസിഫൈങ് പ്രിൻസിപ്പിൾ ഓഫ് വൂൾ ഫാറ്റേഴ്സ്. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇപ്പം ഓയിൽ ഇൻ വാട്ടറും വാട്ടർ ഇൻ ഓയിലും എടുത്തു കഴിഞ്ഞാൽ ഓയിൽ ഇൻ വാട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രഗക്കാന്ത്, അക്കേഷ്യ, സ്റ്റാർച്ച് പോലെയുള്ള എമൾസിഫൈങ് ഏജൻസ് ആയിരിക്കും. പക്ഷേ വാട്ടർ ഇൻ ഓയിൽ ആണെങ്കിലോ വൂൾ ഫാറ്റ്, ദെൻ ബീസ് വാക്സ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ചോദ്യം, വൂൾ ഫാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് വൂൾ ആൽക്കഹോളാണ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, പൾവിസ് മീൻസ്. ഓക്കെ, സോ സൈസ് റിഡക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു ടേമാണ് പൾവറൈസേഷൻ അല്ലേ. പൾവറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടു റെഡ്യൂസ് ദ പാർട്ടിക്കിൾ സൈസ്. പാർട്ടിക്കിൾ സൈസ് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ പൾവറൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏജൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട് സൈസ് റിഡക്ഷൻ എടുത്ത് അല്ലേ. കട്ടർ മില്ല്, ഫ്ലൂയിഡ് എനർജൈസർ മില്ല്, ദെൻ ഹാമർ മില്ല്, അങ്ങനെ കുറേ ഏജൻസ് പഠിച്ചിട്ടുണ്ട്. അവരുടെ പ്രിൻസിപ്പിളും നമുക്കറിയാം. സോ പൾവറൈസേഷൻ, പൾവറിസ് എന്നൊക്കെ വേർഡ്, പൾവിസ് എന്ന വേർഡ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പൗഡർ എന്നാണ്. പൗഡർ ആക്കുന്ന പ്രോസസ്സിനെയാണ് പൾവറൈസേഷൻ എന്ന് പറയുന്നത്. സോ 80th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി പൗഡർ ആണ്. പൾവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡർ എന്നാണ്, പൾവറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡർ ആക്കാനുള്ള മെത്തേഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 gram കണ്ടെയ്ൻ എത്ര ഗ്രെയിൻസ് എന്നാണ് ചോദ്യം. 1 gram കണ്ടെയ്ൻ 15 ഗ്രെയിൻസ്. ഓക്കെ, 1 gram എന്ന് പറയുന്നത് 15 ഗ്രെയിൻസ് ആണ്. അടുത്ത ചോദ്യം, ലോഷൻസ് ആർ യൂസ്ഡ് ആസ്, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ലോഷൻസ് ഹാവ് ടു ബി യൂസ്ഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ. വിത്തൗട്ട് ഫ്രിക്ഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏജന്റ് ആണ് ലോഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ വിത്ത് ഫ്രിക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ലിനിമെന്റ്. സോ നമ്മളുടെ ചോദ്യം എന്താണ്, ലോഷൻസ് ആർ യൂസ്ഡ് ആസ്, ലോഷൻസ് എമോളിയൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്കിന്നിൽ എക്സ്റ്റേണൽ പ്രിപ്പറേഷൻ ആയിട്ടാണ് നമ്മൾ ലോഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അതേപോലെ ഇൻഹലേഷൻ എന്താണ്, നോസ്ട്രിലൂടെ ലങ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻഹലൻസ്. ദെൻ ആസ്ട്രിജൻ്റ് എന്താണ്, പ്രോട്ടീൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഏജൻ്റാണ്
ഒരു ലോക്കൽ പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ ആണ് ആസ്ട്രിജൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ ബാക്ടീരിയസിഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയയെ കില്ല് ചെയ്യുന്ന ഏജൻസിനെയാണ് ബാക്ടീരിയോസിഡൽ എന്ന് പറയുന്നത്. എന്നാൽ ബാക്ടീരിയോസ്റ്റാറ്റിക് എന്താണ്? ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏജൻസ് ആണ് ബാക്ടീരിയോസ്റ്റാറ്റിക് ഏജൻസ്. ഓക്കെ, സോ ലോഷൻസ് ആർ യൂസ്ഡ് ആസ് എമോളിയൻസ്. അടുത്ത ചോദ്യം, ഐ ഓയിൽമെന്റ്സ് ഷുഡ് ബി. ഓക്കെ, നമ്മൾ നേരത്തെയും സംസാരിച്ചിരുന്നു, ഐ ഡ്രോപ്സിനെ പറ്റി പറഞ്ഞിരുന്നു. ഐ ഡ്രോപ്പിൽ ഇറിറ്റേഷൻ ഉണ്ടാകാതിരിക്കാൻ അതിൻ്റെ അകത്ത് പാർട്ടിക്കിൾസ് ഒന്നും ഉണ്ടാകരുത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ചോദ്യം എന്താണ്? ഐ ഓയിൽമെന്റ് ഷുഡ് ബി ഫ്രീ ഫ്രം പൈറജൻ ആണോ, സ്റ്റെറൈൽ ആണോ, പ്രൊട്ടക്റ്റീവ് ആണോ, ഡി അയണൈസ്ഡ് ആണോ? ഐ ഓയിൽമെന്റ്സ് നമുക്ക് കണ്ണിൽ എഴുതാനുള്ളതാണ്, ഐയിൽ അപ്ലൈ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ടു ബി സ്റ്റെറൈൽ. Okay, option B is the answer. Next one, increasing the proportion of the dispersed phase of an emulsion by more than 60% may leads to. അതായത് ഞാൻ പറഞ്ഞു നിങ്ങളോട് എമൽഷന് 2 ഫേസ് ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്, കണ്ടിന്യൂസ് ഫേസും ഉണ്ട്. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്ന മൈന്യൂട്ട് ഗ്ലോബ്യൂൾസ് ആയിട്ട് കണ്ടിന്യൂസ് ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഒരു 60% കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഓയിൽ ഇൻ വാട്ടർ ആയിരുന്നത് എന്തായിട്ട് മാറും? വാട്ടർ ഇൻ ഓയിലായിട്ട് മാറും. ആ പർട്ടിക്കുലർ സ്റ്റെബിലിറ്റി പ്രോബ്ലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് ഇൻവേർഷൻ. ഓപ്ഷൻ ബി. ഓക്കെ, അതായത് ഓയിൽ ഇൻ വാട്ടർ ആയിരുന്ന എമൽഷൻ വാട്ടർ ഇൻ ഓയിലായിട്ട് മാറും. ഏത് എമൽഷൻ ആയിട്ടാണോ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് അത് ആ ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് മാറിയിട്ട് ഫേസ് ഇൻവേർഷൻ എന്ന് പറയുന്ന സ്റ്റെബിലിറ്റി പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ 60% കൂടുതൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഒരു എമൽഷനിലുണ്ടെങ്കിൽ ഫേസ് ഇൻവേർഷൻ എന്ന് പറയുന്ന സ്റ്റെബിലിറ്റി പ്രോബ്ലം ഉണ്ടാകാം. ഓക്കെ, സോ ഓപ്ഷൻ ബി ഫേസ് ഇൻവേർഷൻ ആണ്. ക്രാക്കിങ്ങും ക്രീമിങ്ങും അറിയാലോ. ക്രീമിങ് എന്ന് പറയുന്നത് റീഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഇപ്പോൾ തൈരിൽ നിന്നൊക്കെ നമ്മൾ വെണ്ണ എടുക്കുന്നത് പോലെ മുകളിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് എല്ലാം കൂടെ വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രീമിങ് എന്ന് വിളിക്കുന്നത്. ക്രീമിങ് ക്യാൻ ബി റീഡിസ്പേഴ്സ്, പക്ഷേ ക്രാക്കിംഗ് അങ്ങനെയല്ല. ക്രാക്കിംഗ് ക്യാൻ നോട്ട് ബി റീഡിസ്പേഴ്സ്ഡ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഫേസ് ഇൻവേർഷൻ ഇസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ, പ്ലാസ്റ്റിസൈസറിന് ഒരു എക്സാമ്പിൾ ആണ് ചോദ്യം. പ്ലാസ്റ്റിസൈസർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്ലാസ്റ്റിസൈസർ മെയിൻലി ക്യാപ്സ്യൂൾ ഷെല്ലിൻ്റെ പ്രിപ്പറേഷനിലാണ് പ്ലാസ്റ്റിസൈസർ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. സോ പോളി എത്തിലീൻ ഗ്ലൈക്കോൾ ആണ് അതിന് ഉത്തരം. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ക്യാപ്സ്യൂൾ ഷെൽ. നെക്സ്റ്റ് വൺ, ഇന്റർസിബോസ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു സിബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മീൽസ്. ആൻറ്റിസിബോസ് ഉണ്ട്, പോസ്റ്റ് സിബോസ് ഉണ്ട്, ഇന്റർസിബോസ് ഉണ്ട്. ആൻറ്റിസിബോസ് എന്ന് പറഞ്ഞാൽ മുമ്പ്, ആഹാരത്തിന് മുമ്പ്. പോസ്റ്റ് സിബോസ് എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് ശേഷം. ഇന്റർസിബോസ് എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ദ മീൽസ്. സോ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഇന്റർസിബോസ് മീൻ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ആഫ്റ്റർ മീൽസ്, ബിറ്റ്വീൻ മീൽസ് ആൻഡ് ബിഫോർ മീൽസ്. ഏതാണ്? ബിറ്റ്വീൻ മീൽസ്. ആഫ്റ്റർ സിബോസ് ആണെങ്കിലോ പോസ്റ്റ് സിബോസ് ആണെങ്കിലോ എന്താ വരിക നിങ്ങൾക്കറിയാം. സോ ഇന്റർസിബോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ബിറ്റ്വീൻ ദ മീൽസ്. Next question, an example of water in oil emulsion. Water in oil emulsion എന്നാണ് ചോദ്യം. So water in oil emulsion dispersed phase എന്താണ്? Water. Continuous phase എന്താണ്? Oil. Okay, so ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ്റെ കണ്ടിന്യൂസ് ഫേസ് എന്ന് പറയുന്നത് ഓയിലാണ്. അതിന് എക്സാമ്പിൾ ആണ് കോൾഡ് ക്രീം. കോൾഡ് ക്രീം നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്താൽ നമുക്കറിയാം അല്ലേ, കുറച്ച് നേരത്തേക്ക് ആ ഒരു ക്രിട്ടി ഫീലിംഗ്, ഒരു ഓയിലി ഫീലിംഗ് നമുക്ക് വരാറുണ്ട്. കാരണം എന്താണ്? അതിൻ്റെ കണ്ടിന്യൂസ് ഫേസ് എന്ന് പറയുന്നത് ഓയിലാണ്. സോ ഇറ്റ് വിൽ ഫോം എ ലെയർ ഓവർ അവർ സ്കിൻ. സോ ഒരു പ്രൊട്ടക്റ്റീവ് ആക്ഷൻ, ഇപ്പോൾ ഒരു എന്താ പറയുക, വിൻ്റർ സീസണിലൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോൾഡ് ക്രീം. അതുകൊണ്ട് വാട്ടർ ആയിരിക്കില്ല അവിടെ കണ്ടിന്യൂസ് ഫേസ്, ഓയിലായിരിക്കും കണ്ടിന്യൂസ് ഫേസ്. നെക്സ്റ്റ് വൺ, സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ക്യാൻ ബി ഡിക്രീസ് ബൈ ആഡിങ്. സോ എമൽഷൻസ് പറയുമ്പോഴായിക്കോട്ടെ, സസ്പെൻഷൻ പറയുമ്പോഴായിക്കോട്ടെ, എമൽഷൻ്റെ പ്രത്യേകത എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസും കണ്ടിന്യൂസ് ഫേസും രണ്ടും ലിക്വിഡ് ആയിരിക്കും. എന്നാൽ സസ്പെൻഷൻ എടുത്താലോ
ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും കണ്ടിന്യൂസ് ഫേസ് ലിക്വിഡുമായിരിക്കും. സോ ഇവർ തമ്മിലുള്ള ഇൻ്റർഫേഷ്യൽ ടെൻഷൻ കുറച്ചിട്ടില്ലെങ്കിൽ അവിടെ പ്രസിപ്പിറ്റേഷനും സെറ്റിലിങ്ങും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഇൻ്റർഫേഷ്യൽ ടെൻഷൻ കുറയ്ക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻറ്റുകളാണ് എന്ത്? സർഫസ് ടെൻഷൻ ക്യാൻ ബി ആഡ് ബൈ സ്പാൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള സർഫസ് ടെൻഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. Okay, so surface tension of liquid can be decreased by adding spans. Next one, SI opus sit. SOS. Okay, psi opus sit എന്ന ലാറ്റിൻ വേർഡ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കണ്ടിട്ട് പേടിക്കേണ്ട, ഫസ്റ്റ് വേർഡുകൾ മാത്രം എടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് SOS. SOS എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? SOS എന്നാൽ take it whenever necessary. Okay, so 3 times a day നിങ്ങൾക്ക് അറിയാം, it is TID ആണ് ഉത്തരം വരിക. Okay, so psi opposite എന്ന് വെച്ചാൽ SOS ആണ്, take it whenever necessary എന്നാണ് ഉത്തരം വരിക. Okay, next question. House dust means. Okay, so house dust means എന്ന് പറഞ്ഞാൽ HS എന്നുള്ളതാണ് ഉത്തരം. HS. Okay, house dust means എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. House dust means a single dose mixture. Okay, house dust means a single dose mixture അല്ലെങ്കിൽ a semi solid preparation അല്ലെങ്കിൽ ഒരു lotion അല്ലെങ്കിൽ an elixir. So house dust എന്ന meaning it is a single dose mixture ആണ് house dust. Okay, so camphor and thymol on mixing liquefies which is called. Okay, so രണ്ട് ഇൻഗ്രീഡിയൻറ്റ്, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അവർ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ പുതിയ ഒരു കെമിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവുകയും അവർ ലിക്വിഫൈ ചെയ്യുകയാണെങ്കിൽ such type of agents are called as eutectic mixtures. Okay, ഇത് പൗഡറിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്കാണ്. camphor and thymol on mixing liquefies which is called. so camphorും thymolഉം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അവർ എത്തരത്തിലുള്ള മിക്സ്ചറുകളാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. camphorും thymolഉം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലിക്വിഫൈ ചെയ്യുന്ന ഒരു eutectic mixture ആണ് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, to prepare effervescent granule compound needed for effervescent is. Okay, so effervescence ഞാൻ പറഞ്ഞു, effervescent powder ഉണ്ട്, effervescent tablet ഉണ്ട്. so ഇപ്പോൾ effervescent tabletനെ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് ഇട്ടിട്ട് അതിനെ കാർബൺ ഡൈ ഓക്സൈഡ് കംപ്ലീറ്റ് റിലീസായി ഒരു സൊല്യൂഷനായിട്ട് മാറിയതിന് ശേഷമായിരിക്കും നമ്മൾ അതിനെ എടുക്കുക. effervescent powder ആണെങ്കിലോ it will contain citric acid and tartaric acid and also sodium bicarbonate ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. to prepare effervescent granules the compound needed for effervescent sodium bicarbonate ഉണ്ട്, tartaric acid ഉണ്ട്, citric acid ഉണ്ട്. ഇത് മൂന്നും അതിൻ്റെ ഉത്തരമാണ്. ഓക്കെ, പക്ഷേ ബെസ്റ്റ് അപ്രോപ്രിയേറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി, സോഡിയം ബൈകാർബണേറ്റ് ആൻഡ് ടാർട്ടാറിക് ആസിഡ്. നെക്സ്റ്റ് വൺ, prescription containing caffeine citrate and phenobarbital is an example of. Okay, so നമുക്ക് പ്രിസ്ക്രിപ്ഷൻ പഠിക്കുമ്പോൾ അവിടെ ഇൻകോമ്പാക്റ്റബിലിറ്റീസ് പഠിക്കാറുണ്ട്. അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫിസിക്കൽ ഇൻകോമ്പാക്റ്റബിലിറ്റി, തെറാപ്യൂട്ടിക്, കെമിക്കൽ ആൻഡ് ഇൻറ്റൻഷണൽ ഇൻകോമ്പാക്റ്റബിലിറ്റി. സോ ചില സമയങ്ങളിൽ രണ്ട് ഡ്രഗുകൾ തമ്മിൽ നമ്മൾ കൊടുക്കുമ്പോൾ, ഇപ്പോൾ എയും ബിയും എന്ന ഡ്രഗ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബി കൊടുക്കുന്നത് എ അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി. സോ ഇൻറ്റൻഷണലായിട്ടും ഇൻകോമ്പാക്റ്റബിലിറ്റീസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ ഫിസിക്കലായിട്ടുള്ള ഇൻകോമ്പാക്റ്റബിലിറ്റി ഉണ്ട്, കെമിക്കലായിട്ടുള്ള ഇൻകോമ്പാക്റ്റബിലിറ്റി ഉണ്ട്. നമ്മുടെ ചോദ്യം എന്താണ്? കെഫീൻ സിട്രേറ്റും ഫീനോബാർബിറ്റോണും കൊടുക്കുന്ന സമയം നമുക്ക് എത്തരത്തിലുള്ള ഒരു ഇൻകോമ്പാക്റ്റബിലിറ്റിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്കൊരു തെറാപ്യൂട്ടിക് ഇൻകോമ്പാക്റ്റബിലിറ്റിയാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് അതിൻ്റെ ഉത്തരമായിട്ടുള്ളത്. സോ 93rd ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു 94th ക്വസ്റ്റ്യൻ. സോ സസ്പെൻഷൻ കണ്ടെയ്നിങ് ഡിഫ്യൂസിബിൾ സബ്സ്റ്റൻസസ് നീഡ്. ഓക്കെ, സോ ഡിഫ്യൂസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉള്ള സസ്പെൻഷൻ ഉണ്ടായിരിക്കേണ്ട സബ്സ്റ്റൻസ് എന്താണ്? സസ്പെൻഡിങ് ഏജൻറ്റ് ഉണ്ടാവണോ, സസ്പെൻഡിങ് ഏജൻറ്റ് വേണ്ടയോ, ആൻറ്റി ഓക്സിഡൻറ്റ് വേണോ, സോലബിലൈസർ വേണോ?
ആദ്യം സസ്പെൻഡിങ് ഏജന്റിന്റെ യൂസ് പറയാം. സസ്പെൻഡിങ് ഏജന്റ് എന്താ ചെയ്യുക, യൂണിഫോം ആയിട്ട് ആ ഏജന്റിനെ സസ്പെൻഡ് ചെയ്തിട്ട് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുക എന്നാണ് അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താണ്, അവിടെ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള ഓക്സിജൻ്റെ ഡീഗ്രഡേഷൻ തടയുക. ഓക്കെ, അതാണ് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ യൂസ്. സോളിബിലൈസർ എന്താ ചെയ്യുക, ആ ഡ്രഗിനെ സോളിബിലൈസ് ചെയ്യാനായിട്ടാണ് സോളിബിലൈസർ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ചോദ്യം ഇതാണ്, സസ്പെൻഷൻ കണ്ടെയ്നിങ് ഡിഫ്യൂസിബിൾ സബ്സ്റ്റൻസ് നീഡ് വാട്ട്? It needs suspending agent. Okay. Next question. Emulsion made with tweens are usually. So tweens കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, ഓയിൽ ഇൻ വാട്ടർ എമൽഷൻസ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്വീനേഴ്സ് ഹൈഡ്രോഫിലിക് സർഫാക്റ്റൻ്റ് ആണോ, ഡീഫ്ലോക്കുലൻ്റ് ആണോ, പ്രിസർവേറ്റീവ് ആണോ, ലിപ്പോഫിലിക് സർഫാക്റ്റൻ്റ് ആണോ? ട്വീൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ട്വീൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സ്റ്റീറേറ്റുകളാണ് കേട്ടോ. നമ്മുടെ നേരത്തെ ചോദ്യം എന്തായിരുന്നു, എമൽഷൻ മെയ്ഡ് വിത്ത് ട്വീൻസ്. സോ അവിടെ ഓയിൽ എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസും വാട്ടർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫേസും ആയിരുന്നു അല്ലേ. സോ എമൽഷൻ മെയ്ഡ് വിത്ത് ട്വീൻസ് എന്ന് പറയുന്നത് പൊതുവെ എന്താണ്, ഓയിൽ ഇൻ വാട്ടർ എമൽഷൻസ് ആയിരിക്കും ഉണ്ടാക്കുക. സോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ട്വീൻ എന്ന് പറയുന്നത് എന്ത് സർഫാക്റ്റൻ്റ് ആണ് എന്നാണ് ചോദ്യം. ട്വീൻ എന്ന് പറയുന്നത് ലിപ്പോഫിലിക് സർഫാക്റ്റൻറ്റിന് ഉത്തരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പാൻഡ് ആൻഡ് ട്വീൻസ് ആർ എന്താണ്, പോളി ഓക്സി ആൽക്കീൻ ഡെറിവേറ്റീവ് ആണ് സ്പാൻ ആൻഡ് ട്വീൻ. സ്പാൻ ആൻഡ് ട്വീൻ ആർ പോളി ഓക്സി ആൽക്കീൻ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, സോ ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഗ്ലൈക്കോസൈഡ് ഉണ്ട്, പോളി ഓക്സി ആൽക്കീൻ ഡെറിവേറ്റീവ് ഉണ്ട്. നമ്മളുടെ ഉത്തരം പോളി ഓക്സി ആൽക്കീൻ ഡെറിവേറ്റീവ് ആണ്. നെക്സ്റ്റ് ചോദ്യം. ആൻഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ ഇൻ വിച്ച്. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിരുന്നു, ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, ഈ പ്രിപ്പറേഷൻസിൻ്റെ ഡിഫറൻസ് എന്തായിരുന്നു എന്നാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ ഐസോട്ടോണിക് എന്നും, ഓസ്മോട്ടിക് പ്രഷർ കുറവാണെങ്കിൽ ഹൈപ്പോട്ടോണിക് എന്നും, ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെങ്കിൽ ഹൈപ്പർട്ടോണിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. സോ ഓസ്മോട്ടിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഓസ്മോട്ടിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹാസ് സെയിം സോൾട്ട് കോമ്പോസിഷൻ ഓഫ് പ്ലാസ്മ. പ്ലാസ്മയുടെ കോമ്പോസിഷൻ എന്താണ്, അത് തന്നെ ഉള്ളതിനെയാണ് നമ്മൾ ഐസോട്ടോണിക് എന്ന് പറയുന്നത്. എന്നാൽ ഹൈപ്പോട്ടോണിക് ആണെങ്കിലാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് വിൽ കോസ് ഹീമോലൈസിസ്, ഡസ് നോട്ട് കോസ് ഹീമോലൈസിസ്, കോസസ് ക്രിനുലേഷൻ, ഡസ് നോട്ട് കോസ് ക്രിനുലേഷൻ. ഇങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഹൈപ്പോട്ടോണിക് പ്രിപ്പറേഷൻസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഹീമോലൈസിസ്, അതേപോലെ ഹൈപ്പർട്ടോണിക് ആണെങ്കിൽ ഇറ്റ് ക്യാൻ കോസസ് ക്രിനുലേഷൻ. സോ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹാവ് സെയിം സോൾട്ട് കമ്പോസിഷൻ ആസ് ദാറ്റ് ഓഫ് പ്ലാസ്മ. 100th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദ മെത്തേഡ് ദാറ്റ് ഡസ് നോട്ട് സ്പ്ലിറ്റ് ദ എമൽഷൻ. എമൽഷനെ സ്പ്ലിറ്റ് ചെയ്യാത്ത ഏത് തരത്തിലുള്ള മെത്തേഡാണ് എമൽഷനെ സ്പ്ലിറ്റ് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? സോ ഹീറ്റ് ഉണ്ട്, സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്, അഡീഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ വിച്ച് ബോത്ത് ദ ഫേസസ് ആർ സോല്യുബിൾ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഫിൽറ്ററിങ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ്, ഫിൽറ്ററിങ് ആണ് അതിൻ്റെ ഉത്തരം വരിക. ചൂസ് ദ മെത്തേഡ് ദാറ്റ് ഡസ് നോട്ട് സ്പ്ലിറ്റ് ദ എമൽഷൻ. ഓപ്ഷൻ ഡി, ഫിൽറ്ററിങ് ആണ് അതിൻ്റെ ആൻസർ. സ്റ്റെറിലിറ്റി ടെസ്റ്റ് ഫോർ മോൾഡ് ആൻഡ് ഈസ്റ്റ് ഷുഡ് ബി കണ്ടക്റ്റഡ് വിത്ത്. സോ മോൾഡ്, ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഫംഗയുടെ ഒരു തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ആണ്, അല്ലെങ്കിൽ ഫംഗയുടെ ഒരു ഗ്രോത്ത് മീഡിയത്തിന് ഏത് തരത്തിലുള്ള മീഡിയം വേണമെന്നാണ് ചോദ്യം. ഹണി ആണോ, അഗർ ആണോ, തയോഗ്ലൈക്കോലൈറ്റ് മീഡിയം ആണോ, അതോ ഗ്ലൂക്കോസ് ബ്രോത്ത് ആണോ വേണ്ടതെന്നാണ് ചോദ്യം. മോൾഡ് അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് നമ്മൾ നടത്തുന്നത് ഹണി മീഡിയം ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്, ഹണി മീഡിയം. ഓക്കെ, താങ്ക് യു.